ആര് മാത്രമാണ്? ആരാണ്? നിങ്ങൾ പറയാൻ കേട്ടോ, എന്റെ കൂടെ നിങ്ങൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടി. ആരാണ്? മനുഷ്യനാണ്, വലിപ്പോട്ടിയാണ്. അപ്പൊ അങ്ങനെ പറയാൻ വേണ്ടി അങ്ങനെ പറയുന്നത് അതൊരു കാരണം, അതിനൊരു കാരണം കാണത്തില്ലേ? ദൈവം അങ്ങനെ ഒരു കൃത്യമായ ഒരു നിർദ്ദേശം ഇപ്പോൾ സാധനം മക്കൾക്ക് ഇവരെ കുറിച്ച് തീർച്ചയായിട്ടും ഒരു കാരണമുണ്ട്. ഈ രാത്രി നമ്മൾ ആ കാരണമാണ് പരിശോധിക്കാൻ പോകുന്നത്. എന്താണ് ആ കാരണം? എന്താണ് ഇവരുടെ പ്രശ്നം? എന്തുകൊണ്ടാണ് ദൈവം അവിടെ പറഞ്ഞത്? അത് അറിയണമെങ്കിൽ ഇവൻ ആരാണെന്ന് അറിയണം. ഈ അവാലയ്ക്ക് ആരാണ്? അവിടെ ഒറിജിനലാണ്, തുറക്കലാണ്, എവിടുന്നാണ് ഈ പ്രശ്നം തുടങ്ങുന്നത് അത് അറിയട്ടെ. അവൻ ആരാണെന്നും അവരുടെ കുടുംബം ഏതാണെന്നും അവരുടെ പ്രശ്നം എന്താണെന്നും അവരുടെ സമീപനം എന്താണെന്നും നമ്മൾ അറിയണം. അതറിയാനുള്ള വഴി അതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 36-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലാണ് ഈ അമാലിക്കയുടെ തുടക്കത്തെ കുറിച്ച് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 36-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. യേശാവിന്റെ മകനായ തിമിന എന്ന ഒരു സ്ത്രീ യേശാവിന്റെ മകനായ എലീഫാസിന്റെ ഗർഭാധിയായിരുന്നു. അവൾ എലീഫാസിന് ആരെ പ്രസവിച്ചു? അമാലേക്കിനെ പ്രസവിച്ചു. അമാലേക്കിന്റെ അപ്പൻ ആരാണ്? എലീഫാസ്. ഈ എലീഫാസ് ആരുടെ മകനാണ്? യേശാവിന്റെ മകനാണ്. യേശാവാരുടെ മകനാണ് യേശാവാരുടെ മകനാണ് ഇസ്ഹാക്കിന്റെ മകനാണ്. ഇസ്ഹാക്കിന് എത്ര മക്കൾ? 2. ആരൊക്കെയാണ്? യേശാവും യാക്കോബും. ഇസ്ഹാക്ക് ആരുടെ മകനാണ്? അബ്രഹാമിന്റെ. അബ്രഹാം ആരുടെ മകനാണ്? അബ്രഹാമൻ ആരുടെ മകൻ? തേരയില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അബ്രഹാം, നമുക്ക് അബ്രഹാമിൽ തുടങ്ങാം. അബ്രഹാമിലാണ് എല്ലാം തുടങ്ങിയത്. അബ്രഹാമിലാണ് ഇതെല്ലാം തുടങ്ങുന്നത്. നമ്മുടെ എല്ലാ തുടക്കക്കാരൻ ആരാണ്? അബ്രഹാം. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനാണ് ദൈവം വിളിക്കുന്നത്. അബ്രഹാമിനാണ് ഒരു ജാതി തുടങ്ങിയത്. അപ്പൊ അബ്രഹാമിന്റെ മകൻ അതെ ഇസ്ഹാക്ക്. ഇസ്ഹാക്കിന്റെ മകൻ യേശാവ്. യേശാവ് യാക്കോബിനെ വിട്ടേ. അപ്പൊ ഒന്നുകൂടെ പറയാം. അബ്രഹാമിന്റെ മകൻ ഇസ്ഹാക്ക്, ഇസ്ഹാക്കിന്റെ മകൻ യേശാവ്, യേശാവിന്റെ മകൻ എലീഫാസ്, എലീഫാസിന്റെ മകൻ അമാലേക്ക്. മനസ്സിലായോ? യേശാവിന്റെ ആരായിട്ട് കൊച്ചുമോനാണ്. യേശാവിന്റെ യേശാവിന് നല്ല പ്രശ്നമാണോ? യേശാവിന് എന്തെങ്കിലും പ്രശ്നമുള്ളതെന്ന് അറിയാം? അറിയാം. യേശാവിന്റെ പ്രശ്നമുണ്ട്. വിശന്നാവിന്റെ കണ്ണാണ്. വിശപ്പ് സഹിക്കാറ്. വിശപ്പിന്റെ അസുഖമുള്ള ആളാണ്. വിശന്നാവിനായി എല്ലാം മാറും. എല്ലാം വിശന്നാവല്ലേ ഒരു നേരം വിശക്കണം. അങ്ങനെ ചില ആളുകളുണ്ട്. ഒരു നേരം വിശന്നിരിക്കാൻ പറ്റില്ല. ചില ആളുകൾ ഒരിക്കലും പ്രധാനമല്ല. എന്താ കാര്യം? ആ ചായ കുടിക്കാൻ പറ്റില്ല. ജീവിതത്തിൽ ഒരിക്കലും ഉപസിക്കാത്ത മനുഷ്യരുണ്ട്. കാരണം അവരെന്ത് വിചാരിച്ചത്? ഒരു നേരം ഉപസിച്ച ചത്തു. അങ്ങനെയാണ് വിചാരിച്ചത്. എന്നോട് പറ്റത്തില്ല. ജീവിതത്തിൽ ഇന്നും വരെ ഉപവാസം എടുത്തിട്ടില്ലാത്ത മനുഷ്യരുണ്ട്. ജീവിതത്തിൽ ഇന്നും വരെ നോക്കു നോക്കാത്ത മനുഷ്യരുണ്ട്. നമ്മുടെ കൂട്ടത്തിലുണ്ട്. നോമ്പ് നോക്കാത്തവരുണ്ട്. ജീവിതത്തിൽ ഇന്ന് വരെ നോമ്പ് നോക്കാത്ത ആളുകളുണ്ട്. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ഉപവാസം എടുത്തിട്ടില്ലാത്ത മനുഷ്യരുണ്ട്. അവർ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്താൽ എനിക്കൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നോട് വിചാരിക്കേ. യേശാവിനെ വിചാരിച്ച ഒരാളാണ്. വിശന്നിരിക്കാൻ പറ്റത്തില്ല. ഒരു നേരം വിശപ്പിൽ പറഞ്ഞു ഞാൻ ചാവാൻ പോവാനേ. ഒരു നേരം വിശന്നാണെങ്കിലും ചാവൂ. ഒരു നേരം വിശന്നാണെങ്കിലും ചാവൂ. ഒരു നേരം അല്ലെങ്കിൽ 21 ദിവസം കഴിച്ചില്ലേലും ചാവത്തില്ല. നമ്മളെങ്ങനെ പറ്റും? 21 ദിവസം വരെ അത് വിശന്നിരിക്കാൻ പറ്റുമെങ്കിൽ ഭക്ഷണമില്ലാതിരിക്കാൻ പറ്റും. ഇടയ്ക്ക് വെള്ളമോട് കുടിച്ച് ജീവിക്കാൻ പറ്റും. അങ്ങനെ ജീവിക്കുന്ന ആളുകളുണ്ട്. ജീവിച്ച മനുഷ്യനുണ്ട്. ജീവിച്ചത് ഈ ചില ഗുഹകളിൽ കടപ്പെട്ടു പോയ കുട്ടികളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടില്ല. ആവശ്യത്തോളം ഭക്ഷണമില്ലാതെ ജീവിച്ച ആളുകൾ അവരൊന്നും മരിച്ചിട്ടില്ല. നമ്മളൊക്കെ ഒരു നേരം കഴിച്ചിട്ട് ലാഭം പോലെ ഭക്ഷണം പോലെ യേശാവിനെ അനുഭവിക്കാൻ തുടങ്ങി. യേശാവ് വിശന്നപ്പോ ഒരു നേരം വിശന്നപ്പോ പറയോ ഞാൻ മരിക്കാൻ പോവാ. അപ്പൊ വിശന്ന് സഹിക്കാവുന്ന ഒരു മനുഷ്യൻ വിശന്നെല്ലാം പ്രത്യേകിച്ച് ചുവന്ന പാലത്തൊക്കെ കണ്ടാൽ എല്ലാം മറന്നു പോകും.
ഈ ചുവന്ന വെള്ളം കണ്ടെല്ലാം മറക്കും, വീട് മറക്കും, സ്വന്തം വീടാണെന്ന് മറക്കും, ഭാര്യയും മറക്കും, പിള്ളേരും മറക്കും, കൂടാതെ ഈ സ്ഥലത്തിലൊക്കെ മറക്കും, എല്ലാം മറന്നു പാവങ്ങളാണ്. അങ്ങനെയാണ് ആരെങ്കിലും ഒക്കെ വിളിച്ചാൽ അങ്ങോട്ടൊന്നും പോവാണ്, എല്ലാം മറന്നു പോവാണ്. യേശാവെല്ലാം മറന്നുപോയി. ഈ ചുവന്ന പായസം ആരുണ്ടാക്കി വെച്ചിരിക്കുകയാണ്? യാക്കോബ്. അങ്ങനെ നമ്മളെ പറ്റിക്കാൻ പല യാക്കോബുമാരും പായസം ഉണ്ടാക്കി വെച്ചിരിക്കുന്നവരും വാ കുടിക്കേ നല്ലതാണ്, വിജയമാണ്, ഒന്നും നഷ്ടപ്പെടാനില്ല, വാടാ കുടിക്കണ. അങ്ങനെയൊക്കെ പായസവുമായിട്ട് നമ്മളെ വിളിക്കുന്ന ഒരുപാട് യാക്കോബുമാരുന്നുണ്ട്. നമ്മളെ വഴിതെറ്റിക്കുന്ന പ്രലോഭിപ്പിക്കുന്ന ധാരാളമായ ഈ പാവപ്പെട്ട യേശാവിൽ പായസം കുടിച്ചു. ആ സമീപനക്രമം വലിയ വില കൊടുക്കേണ്ടി വന്നു. ചില സ്വഭാവങ്ങളൊക്കെ നല്ലതാണ്, പക്ഷെ അങ്ങനെ അനന്ത ഫലമുണ്ട്. നീ വലിയ വില കൊടുക്കുന്നില്ല. നിന്റെ ചില സ്വഭാവങ്ങൾക്ക്, ചില ശീലങ്ങൾക്ക്, സമീപനങ്ങൾക്ക് നീ വലിയ വില കൊടുക്കേണ്ടി വരും. യേശാവ് വലിയ വില കൊടുക്കേണ്ടി വന്നു. എന്താ കൊടുത്തത്? ജ്യേഷ്ഠാവകാശം കൊടുത്തു. ജ്യേഷ്ഠാവകാശം ജ്യേഷ്ഠാവകാശത്തിന് വലിയ കാര്യമാണ്. ഈ ജ്യേഷ്ഠാവകാശത്തിൽ മിനിമം 3 കാര്യങ്ങളുണ്ട്. 3 കാര്യങ്ങൾ. ഒന്ന്, അവൻ കുടുംബത്തിന്റെ ഭരണകർത്താവാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, കുടുംബത്തിന്റെ അഡ്മിനിസ്ട്രേറ്റർ ഫാമിലി. അത് കിട്ടിയോ? 2, അപ്പന്റെ സ്വത്തിൽ ഇരട്ടി പങ്കിന് അവകാശം. ആദ്യം പറഞ്ഞ കുടുംബത്തിന്റെ ഭരണകർത്താവ്. 2ാമത് അപ്പന്റെ സ്വത്തിൽ ഇരട്ടി പങ്ക്. 2 കാര്യങ്ങൾ മനസ്സിലായി. ആദ്യം ഇടുന്ന ജ്യേഷ്ഠൻ മൂത്താക്കുള്ള അവകാശമാണ്. അയാളാണ് ഭരണകർത്താവ്. ഒരു കാര്യം നടത്തേണ്ടി വന്നാൽ അയാളാണ് നടക്കുക. 2, സ്വത്ത് പങ്കുവെക്കുമ്പോൾ അപ്പന്റെ സ്വത്ത് ഇരട്ടി പങ്കിട്ടാണ് അവകാശമാണ് ജ്യേഷ്ഠനാണ്. ഇനി 3ാമതൊരു കാര്യമാണ്. 2 പേരും കൊണ്ടുവന്നത്. പക്ഷെ 3ാമതൊരു കാര്യം, അന്ന് ഇസ്രയേലില് പൗരോഹിത്യമില്ല, പ്രത്യേക പൗരോഹിത്യമില്ല. പൗരോഹിത്യം പിന്നീട് വരുന്നതാണ്. അപ്പോൾ പൗരോഹിത്യ കർമ്മത്തിനടുത്തൊരു കാര്യം ചെയ്യേണ്ടി വന്നാൽ, ഒരു കല്യാണം നടത്തണം, ഒരു ശവോടനം നടത്തണം, ആര് നടത്തും? മൂത്തപുത്രനാണ് ചെയ്യുക. പൗരോഹിത്യ കർമ്മത്തിനടുത്തൊരു സ്ഥാനം, അങ്ങനെ ഒരു കർമ്മം നിർവഹിക്കേണ്ടി വന്നാൽ അത് ചെയ്യുന്നത് മൂത്തപുത്രനാണ്. മൂത്തപുത്രൻ കുടുംബത്തിന്റെ ആരാണ്? പുരോഹിതനാണ്. കുടുംബത്തിന്റെ പൗരോഹിത്യമുള്ളതാണ്. അപ്പോൾ ഇത് ജ്യേഷ്ഠാവകാശം ഇവരുടെ എന്തുകൂടെ വെച്ചു? അനാവകാശം പൗരോഹിത്യത്തെ വെച്ചു. ഈ പൗരോഹിത്യം എവിടെ കിട്ടിയതാണ്? വേറെ ഒന്നും കുറയ്ക്കരുത്. 3ാമത്തെ കാര്യം എന്താണെന്നാണ് പറഞ്ഞത്? പൗരോഹിത്യം. അപ്പൊ പൗരോഹിത്യം വെച്ചപ്പോൾ എന്തുകൂടെ വെച്ചു? പൗരോഹിത്യം ആരാ തന്നെ? ദൈവം. സംഖ്യ 18:9 പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് പൗരോഹിത്യം ദാനമായി തന്നിരിക്കുന്നു. ആരാ തന്നെ? ദൈവത്തിന്റെ ദാനമാണ്. പൗരോഹിത്യം ദൈവത്തിന്റെ ദാനമാണ്. ഒരാൾ മൂത്തപുത്രനെ അടയപുത്രനാകുന്നത് ആര് തീരുമാനിച്ചില്ല? നിങ്ങളിവിടെ വന്നിരിക്കുന്നത് ആര് തീരുമാനിച്ചില്ല? പക്ഷെ ദൈവമാണ് തീരുമാനിച്ചത്. നമ്മൾ ഒരാൾ മൂത്താളെ ഇളയാളോ നടത്താളൊക്കെ ആവുന്നത് നമ്മൾ തീരുമാനിച്ചതാണോ? നമ്മൾ ജനിക്കണമെന്നല്ല നമ്മൾ തീരുമാനിച്ചില്ല. ആണോ? നമ്മൾ അവിടെ കാണാൻ നമ്മൾ ജനിച്ചില്ല. ഇതൊക്കെ തമ്പുരാന്റെ തീരുമാനം. അപ്പോൾ ഒരാൾ പുരോഹിതനായ ആളെ തീരുമാനമാണ് ദൈവത്തിന്. ദൈവം വിളിച്ചത്. അപ്പോൾ ദൈവത്തിന്റെ ദാനം, ദൈവം ദാനമായി നിന്റെ ഉള്ളകയിൽ വെച്ച് നമ്മൾ എടുക്കുക. അതിനെ പവിത്രമായി സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നിനക്കുണ്ട്. നീ അതിനെ അലക്ഷ്യമാക്കണം. ആരെ അലക്ഷ്യമാക്കലാണ്? ദൈവത്തെ അലക്ഷ്യം. ഒരാൾക്ക് 2000 തോന്നിയായിരിക്കും. തന്ന ആളുടെ ചെറിയ പെട്ടിക്കുട്ടി അവിടെ ഇട്ടാൽ നിങ്ങൾ ആരെ അപമാനിച്ചത്? നോട്ടിനെയാണോ തന്ന ആളിനെയാണോ? തന്ന ആളിനെ അപമാനിക്കണം. ദൈവം നാമമായി തന്ന ഒരു കൃപയെ
അതിനെ അപമാനിച്ചാൽ, അതിനെ അലക്ഷ്യമാക്കിയാൽ, വികൃതമാക്കിയാൽ, നീ ദൈവത്തെ വികൃതമാക്കണം, ദൈവത്തെ അപമാനിക്കും. അതുകൊണ്ടാണ് വേണ്ടി ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കുക, ജ്യേഷ്ഠാവിനെ നിങ്ങൾ അഭക്തരായി പോകരുത്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, അല്പം കാശിന് വേണ്ടി, ഒരു നേരത്തെ സന്തോഷത്തിന് വേണ്ടി, കുറച്ച് കൂട്ടുകെട്ടിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു താൽക്കാലിക സുഖത്തിന് വേണ്ടി നീ ദൈവം തന്ന കൃപകൾ, നിന്റെ കയ്യിൽ വെച്ച് തന്ന ദാനങ്ങൾ, അനുഗ്രഹങ്ങളെ നീ അപമാനിച്ചാൽ, അലക്ഷ്യമാക്കിയാൽ പിന്നെ ഒരിക്കലും തിരിച്ചില്ല. അതുകൊണ്ടാണ് പറയാൻ പിന്നീട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടും തിരികെ കിട്ടിയില്ല. അവൻ പൗരോഹിത്യത്തെ അലക്ഷ്യമാക്കി, പൗരോഹിത്യത്തെ അപമാനിച്ചു. അതുകൊണ്ടെന്താ, ഈ പൗരോഹിത്യം ദൈവത്തിന്റെ ദാനമായി കിട്ടിയ കൃപ, അതിനവൻ നിസ്സാരമാക്കുന്നു. അതിന് കാര്യമെന്താണ്? ശരീരത്തിന്റെ ഇച്ഛകൾ. ചുരുക്കി പറഞ്ഞാൽ ഏശാവിന്റെ പ്രശ്നം എന്താണ്? അവൻ വയറിനെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു വിഷയം, അതിന് ജലത്തെ നിയന്ത്രിക്കാൻ പറ്റാത്തവരാണ്. ശരീരത്തിന്റെ ഇച്ഛകൾ, ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ, ശരീരം എന്ന് പറയുമ്പോൾ അതനുസരിച്ച് ജീവിക്കുക, അതിനോട് നോ പറയാൻ പറ്റാത്തൊരു മനുഷ്യൻ. ശരീരം എന്ന് ആവശ്യപ്പെടുന്ന അതിനെ തൃപ്തിപ്പെടുത്തി അതിന്റെ തീരുമാനങ്ങൾക്ക് വഴങ്ങി വിധേയപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. നമുക്ക് തോന്നുന്നത് അപ്പ ചെയ്യണം. പറയാൻ പോയാൽ മനുഷ്യന് വേണ്ടത് എന്തൊക്കെയാണ്? ഭക്ഷണം, ഇതിനെന്താ ഉറക്കം, ഇതിനെന്താ ശരീരത്തിന്റെ ചില ആഗ്രഹങ്ങൾ. അത് തോന്നുമ്പോൾ തന്നെ ചെയ്യുക. കഴിക്കാൻ തോന്നിയവിടെ കഴിക്കണം, കിടക്കാൻ തോന്നിയതോടെ കിടക്കണം, വെള്ളം കുടിക്കാൻ തോന്നിയതോടെ നോ എന്ന് പറയാൻ പറ്റത്തില്ല. കുറച്ച് കഴിക്കും മതി, എന്നാ അച്ഛൻ പ്രസംഗിച്ച് തീരട്ടെ എന്ന് പറയാൻ നമുക്ക് അതുപോലാണ്. അതാണ് ഇതാണ് പ്രശ്നം. നമ്മളിങ്ങനെ എന്ത് തോന്നുന്നതനുസരിച്ച് ആ തോന്നലുകളെ അടക്കാൻ പറ്റാത്ത, നിയന്ത്രിക്കാൻ പറ്റാത്ത മനുഷ്യരായി, ജഡത്തിന്റെ ഇച്ഛകൾക്കും ആഗ്രഹങ്ങൾക്കും അടങ്ങുന്ന മനുഷ്യരായി മാറുന്നത്. അങ്ങനെയുള്ള മനുഷ്യൻ എന്താ പറയുന്നത്? ജനീയ മനുഷ്യൻ, ജനീയ മനുഷ്യൻ. അപ്പൊ യേശാവ് ഒരു ജനീയ മനുഷ്യനാണ്. യേശാവ് റെപ്രസെന്റ് ചെയ്യുന്നത് ജഡസ്വഭാവത്തെയാണ്. അവൻ ജഡസ്വഭാവത്തെ റെപ്രസെന്റ് ചെയ്യുന്നു. യേശാവ്, അപ്പൊ യേശാവിന്റെ കൊച്ചുമോനെ അമാലേഖത്തിൽ എന്തുണ്ട്? ഈ ജഡസ്വഭാവം. അതാണ് പ്രശ്നം. ഈ ജഡസ്വഭാവത്തിന്റെ പശ്ചാത്തലമാണ്, ജഡസ്വഭാവത്തെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്നാൽ ഇസ്രായേൽ മക്കളോ അവർ ആത്മസ്വഭാവത്തെ റെപ്രസെന്റ് ചെയ്യുന്നു. ആത്മസ്വഭാവം അത് ജഡസ്വഭാവത്തിന്റെ പ്രശ്നമാണ്. ഗലാത്യർ 5:17 പറയുന്നു, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും ഇല്ല. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും രണ്ടും ജസ്റ്റ് ഓപ്പോസിറ്റാണ്. മനസ്സിലായോ? ജഡാഭിലാഷം ആത്മാവിനും. എന്തുകൊണ്ടാണ് അമാലേഖ്യർ ഇസ്രായേലിലെ മക്കളെ എതിർക്കുന്നത്? ജഡം എപ്പോഴും ആത്മാവിനെ എതിർക്കും. ഈ ആത്മാവ് ശക്തിപ്പെടാൻ, ആത്മാവ് പുഷ്ടിപ്പെടാൻ, ആത്മാവ് വളരാൻ നീ അന്യ വളർത്തണമെന്നില്ല. നീ പ്രാർത്ഥിക്കാൻ, വ്യവസ്ഥമായിരിക്കാൻ, പള്ളിയിൽ പോകാൻ നിന്റെ സ്വഭാവം നിന്നെ സമ്മതിക്കില്ല. ഈ അമാലേഖ്യർ പിശാചിനെ റെപ്രസെന്റ്. ജഡസ്വഭാവം ആരാണ് അവിടെ ഉണ്ടാക്കുന്നത്? പിശാച്. രണ്ട് ജീവികളുടെ രൂപത്തിലാണ് വരുന്നത് നമ്മളെ ആക്രമിക്കാൻ. ഏതൊക്കെയാണ്? അങ്ങനെ പറയുന്നത് രണ്ട് ജീവികളുടെ രൂപത്തിൽ വരുമെന്നാണ് പറയുന്നത്. ഒന്ന് നിരന്തോളത്തിൽ എങ്ങനെയാണ് പറഞ്ഞേ? പാമ്പിന്റെ രൂപത്തിൽ. രണ്ട് പാമ്പ്. അത് ഞാൻ സംബന്ധിച്ചു ഒരു ജീവിയും കൂടെ ഉണ്ട്. അതേതാണ്? പശു, പന്നി. മനുഷ്യൻ അല്ല, ജീവി, ജന്തു. ഏതാണ് ആ ജന്തു? വെള്ളം വേണം. സമാധാനം വളരെ വീട്ടിലാണ്. ഇതിനോട് വളരെ വൃത്തിയുള്ള ആളെ ആണോ? ശേഷമാണോ ആ ജന്തു ഏതാന്ന് പറഞ്ഞേ? ആർക്കറിയത്തില്ലേ? നിങ്ങളൊക്കെ 1ാം ക്ലാസ്സിൽ ഇരുത്തി അലറുന്ന ഒന്ന്
പാമ്പ്. 2 സിംഹം. സിംഹം. പാമ്പിനെന്നുണ്ട് ബുദ്ധിയുണ്ട്. പാമ്പ് ബുദ്ധിയുള്ള. സിംഹത്തിനെന്നുണ്ട് ശക്തിയുണ്ട്. പാമ്പിന് ബുദ്ധിയുണ്ട്, സിംഹത്തിന് ശക്തിയുണ്ട്. പിശാചിന് രണ്ടുമുണ്ട്, ബുദ്ധിയുണ്ട്. നിങ്ങൾ പിശാചിനെ നിസ്സാരമായി കാണരുത്. നമ്മുടെ പ്രശ്നമാണ്, നമ്മുടെ പാപത്തെ നിസ്സാരമായി കാണുന്നത്. ഈ വേദപുസ്തകം ഹാൻഡിൽ ചെയ്യുന്ന ഒറ്റ വിഷയം ഇതെന്നറിയാം. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഈ വേദപുസ്തകം പറയുന്ന ഒറ്റ വിഷയവും എന്താണ്? പാപം. Sin is the major issue. നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട, കൈകാര്യം ചെയ്യേണ്ട ഒറ്റ വിഷയവും അത് പാപമാണ്. നമ്മളെ എതിർക്കേണ്ട ഒറ്റ ആളേ ഉള്ളൂ. ആരാണ്? പിശാച്. ആരെയും എതിർക്കരുത്. നിങ്ങളുടെ അപ്പനോടോ അമ്മയോടോ സഹോദരനോടോ അയൽവക്കക്കാരനോടോ നാത്തൂനോടോ മരുമകളോടോ നിങ്ങൾ യുദ്ധത്തിന് പോകരുത്. നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടുന്ന ഒറ്റ ആരാണ്? പിശാച്. പിശാചിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ, പാപത്തിന്റെ കറകൾക്ക് പറ്റിയാൽ ബാക്കിയെല്ലാം സുഖമാണ്. നമുക്ക് അനുഗ്രഹങ്ങൾ നിഷേധിക്കപ്പെടുന്നത് നമ്മൾ പാപത്തെ വെറുക്കാൻ പോകണം. പാപത്തെ വെറുക്കണം, പാപത്തെ ആശ്രമിക്കണം. നമ്മൾ ഈ പാപത്തെ വെറുക്കുന്നില്ല. പാപം ചെയ്യുന്നില്ലെങ്കിലും നമുക്ക് പാപത്തോട് വെറുപ്പില്ല. മോശം കാര്യങ്ങൾ കേൾക്കുന്നത് നമുക്ക് ഇഷ്ടമാണ്, മോശം കാര്യങ്ങൾ കാണുന്നത് നമുക്ക് ഇഷ്ടമാണ്. ആരെക്കുറിച്ചെങ്കിലും ഒരു അപവാദം പറയുന്നതും കേൾക്കുന്നതും പ്രചരിപ്പിക്കുന്നതും അയച്ചു കൊടുക്കുന്നതും നമുക്ക് ഇഷ്ടമാണ്. നീ കണ്ടോടി 10 പേർക്ക് അയച്ചില്ലെങ്കിൽ നമുക്കൊരു സമാധാനം കിട്ടുന്നില്ല. എന്നാൽ ആളെ ഡിലീറ്റ് ചെയ്യണം. ഒരാളുടെ അപവാദം, ഒരാളെ കുറിച്ച് അയാൾ ചെയ്തില്ലയോ നമുക്കറിയില്ല. ആരെങ്കിലും ഒക്കെ വളച്ചുവിടുന്ന പ്രചരിപ്പിക്കുന്ന യൂട്യൂബർമാരെ വളച്ചുവിടുന്ന വാർത്തകൾ ഇതൊന്നും 99% കളവാണ്. അവരുടെ ജീവിത മാർഗമാണ്, അവരുടെ വരുമാനമാണ്. അത് കൊടുക്കുന്നതിൽ വെച്ച് മസാലകൾ ചേർത്ത് ഓരോ അപവാദങ്ങൾ കെട്ടിച്ചമച്ച് അതിലൊന്നിൽ കുണത്തിന്റെ കാണും, അല്ലെങ്കിൽ ഒരു പെണ്ണ് കാണും. അങ്ങനെയൊക്കെ കൂട്ടിവെച്ചാൽ ആളുകൾ ഇത് കേൾക്കത്തുള്ളൂ. ഒരു പ്രസംഗം കുറിച്ച് ചെയ്താൽ ആരും കേൾക്കത്തില്ല. പക്ഷെ ഒരാളെ കുറിച്ച് അപവാദം പറഞ്ഞാൽ എല്ലാവരും കേൾക്കും. അത് കേട്ടെന്നാലും നമ്മൾ തീരുമാനിക്കുന്നില്ല. അതിനോട് നമുക്ക് വെറുപ്പില്ല, അതിനെ നമ്മൾ വെറുക്കുന്നില്ല. അതിനർത്ഥം പാപത്തോട് നമുക്ക് വെറുപ്പില്ല. പാപത്തോട് പോരാടണം, പാപത്തെ എതിർക്കണം. നമ്മൾ യുദ്ധം ചെയ്യുന്നവരുടെ പാവപ്പെട്ട മനുഷ്യരോടാണ്. നമ്മൾ യുദ്ധം ചെയ്യേണ്ട ഒറ്റ വ്യക്തിയോടും അതാരാണ്? പിശാചിന് ബുദ്ധിയുണ്ട്, പിശാചിന് ശക്തിയുണ്ട്. നീ പ്രാർത്ഥിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. നീ വേറെടുത്താൽ തന്നെ കുറക്കുന്നത്, ഉപവസിച്ചാൽ നിന്റെ വയറോടക്കാൻ തുടങ്ങും, നോക്കാൻ തന്നെ പ്രസംഗിക്കാൻ തുടങ്ങും. നിന്റെ പ്രാർത്ഥന മുടക്കും, നിന്റെ ഉപവാസം മുടക്കും, നിന്റെ വ്യവസായം മുടക്കും. രാവിലെ പള്ളി പോകാനാകുമ്പോഴേക്ക് നാം മൂത്ത അമ്മാരുടെ മക്കളെ 4 കൊച്ചുകൾ കൊണ്ടുവരും. നിന്റെ പള്ളി പോകും. അല്ലെങ്കിൽ കർണാടകക്കാരൻ അങ്ങായിരിക്കും വരുന്നത്. അതൊരു വരുന്നുണ്ട്. ഞായറാഴ്ച രാവിലെ വരുന്നത് അന്നത്തെ പള്ളി പോകുമ്പോൾ ആരെയും കൊണ്ട് വന്നേ. ബാക്കി ഒരു ദിവസം കർണാടകക്കാരൻ പറയുന്നത് അന്ന് വന്നത് ആരാണ് വന്നേ? വിശ്വാസം. മോനെ നാളെ പറയാൻ നമുക്ക് പറ്റത്തില്ല. ജനത്തോട് പോരാടണം, വിശ്വാസത്തിനോട് എതിർത്ത് നിൽക്കണം. അതാണ് അമാലികളെ തോൽപ്പിക്കണം. ഈ അമാലികളെ തോൽപ്പിച്ചില്ലെങ്കിൽ ഈ അമാലികൾ നിന്നെ തോൽപ്പിക്കണം. അതാണ് പ്രശ്നം. എന്തുകൊണ്ടാണ് അമാലികളെ കൊല്ലണമെന്ന്? നീ അവരെ കൊന്നില്ലെങ്കിൽ അത് നിന്നെ കൊല്ലും. നീ അമാലികളെ കൊന്നില്ലെങ്കിൽ അമാലികൾ നിന്നെ കൊല്ലും. ഒരു കറുത്ത പട്ടി, ഒരു വെളുത്ത പട്ടി, രണ്ടും കൂടെ കടി കൂടിയാൽ ഏത് പട്ടി ജയിക്കും? കറുത്ത പട്ടിയും വെളുത്ത പട്ടിയും കൂടെ കടി കൂടിയാൽ ഏത് പട്ടി ജയിക്കും? കറുത്ത പട്ടിയും വെളുത്ത പട്ടി, ഏത് പട്ടി ജയിക്കും? വിളിക്കാൻ ഇത്രയും വൃക്ഷമൊക്കെ പറയുമ്പോഴുണ്ടോ? ആരോഗ്യമുള്ള പട്ടി ജയിക്കും. ആരോഗ്യം വളരാൻ വേണ്ടിയാണ് കൂടുതൽ ഭക്ഷണം കൊടുക്കണം. കൂടുതൽ ഭക്ഷണം കിട്ടുന്ന പട്ടി ജയിക്കും. ആത്മാവും ജഡവും കൂടെ യുദ്ധം ചെയ്താൽ ആത്മാവും ജയിക്കുമോ ജഡം ജയിക്കുമോ? നീ എന്തിനെ പോഷിപ്പിക്കുന്നു അത് ജയിക്കും. നീ ആത്മാവിനെ പോഷിപ്പിച്ചാൽ ആത്മാവ് ജയിക്കും. നീ നിരന്തരം പ്രാർത്ഥിച്ചാൽ, നിരന്തരം സമ്പാദിച്ചാൽ, നിരന്തരം നോക്കിയാൽ, നിരന്തരം പ്രോത്സാഹിച്ചാൽ നിന്റെ ആത്മാവ് ബലപ്പെടും. വിശാലത്തെ തോൽപ്പിക്കാൻ നിനക്ക് പറ്റും. നീ നിരന്തരം
അശ്ലീല വീഡിയോയിൽ കണ്ട് കാണുന്നതെല്ലാം എല്ലാവരോടും പറഞ്ഞ് മോശക്കാരികളോട് എല്ലാം കഴിച്ച് എല്ലാം ചെയ്ത് എല്ലാം പറഞ്ഞ് എല്ലാം ആസ്വദിച്ച് ഈ ജഡത്തെ പോഷിപ്പിച്ചാൽ നിങ്ങൾ ആത്മാവ് ശുഷ്കിച്ചു പോകും, ഞെരുങ്ങിപ്പോകും. വ്യാപാരത്തിന്റെ ഓർമ്മയെ ആകാശത്തിന് കീഴിൽ നിന്ന് മാനിച്ചു കളയണമെന്ന് നീ നടക്കരുത്. ജഡാവകാശം ആത്മാവിനും ആത്മാവകാശം ജഡത്തിനും എതിരെ. വീണ്ടും ജഡത്തിന് 6-8 വാക്കില്ല. ജഡത്തിൽ വിതയ്ക്കുന്നവർ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. നിങ്ങളുടെ എല്ലാം ജഡമാണ് ശക്തമായിട്ടിരിക്കുന്നത്. കുറച്ച് അങ്ങനെ പറ. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. നല്ലൊരു വാക്യമാണ്, കഥാപിക്കണം. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നിങ്ങളുടെ വളരെ ചേർന്ന് പറഞ്ഞു. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നമ്മൾ ആരാധിക്കും ജഡത്തിലാണോ വിതയ്ക്കുന്നത്, ആത്മാവിലാണോ വിതയ്ക്കുന്നത്? നീ വിതയ്ക്കുന്നത് കൊയ്യും. നീ വിതയ്ക്കുന്നത് കൊയ്യും. നമ്മൾ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നിക്ഷേപിച്ചാലേ കിട്ടൂ. നിക്ഷേപിക്കുന്നത് പലിശ സഹിതം തിരിച്ചു, അല്ലെ? നിക്ഷേപിക്കുന്നത് പലിശ സഹിതം തിരിച്ചു കിട്ടും. വെറുപ്പ് നടത്താൽ വെറുപ്പ് കിട്ടും. സ്നേഹം വിളിച്ചാൽ സ്നേഹം. നീ വിതയ്ക്കുന്നത് കൊയ്യും, നീ കൊടുക്കുന്നത് കിട്ടും. ഉപകരണം പോലെ നീ നിനക്ക് തിരിച്ചു കിട്ടും. നീ കൊടുക്കുന്നത്, വിതയ്ക്കുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത് നീ എന്തിനും വിതയ്ക്കുന്നു. ഈശോ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ എടുക്കണ്ട, ഞാൻ പറഞ്ഞ 37, 38, 39 വാക്യങ്ങൾ മനോഹരമായ വാക്യമാണ്. യേശു പറഞ്ഞ കാര്യം മനുഷ്യപുത്രന്റെ വരവ് നോഹയുടെ കാലം പോലെ. മനുഷ്യപുത്രന്റെ വരവ് എന്താ? നോഹയുടെ കാലത്ത് എന്താ പറ്റി? നോഹയുടെ കാലത്ത് നോഹ പെട്ടകത്തിൽ കടക്കുന്ന വരെയും മനുഷ്യൻ തിന്നും കുടിച്ചു. വിവാഹത്തിന് കൊടുത്തു, വിവാഹം കഴിച്ചു, തിന്നും കുടിച്ചു. വിവാഹത്തിന് കൊടുത്തു, ഇത്രയേ. മനുഷ്യപുത്രൻ വരുമ്പോൾ ഇതുപോലെ പറ്റും. മനുഷ്യപുത്രൻ വരുന്നവരെ നമ്മൾ എന്ത് ചെയ്യും? തിന്നും കുടിച്ചു. വിവാഹത്തിന് കൊടുത്ത് വിവാഹം കഴിച്ച് കൊച്ചിനായ വളർത്തിയും പഠിപ്പിച്ചു പോകും. അത്ര ചെയ്യും. ഇതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കില്ല. കർത്താവാണ് നോഹയുടെ കാലത്ത് വരുന്നവരെയും മനുഷ്യന്റെ ഇത്രയുള്ളൂ, തിന്നു കുടിച്ചു. രാവിലെ നമ്മൾ എഴുന്നേറ്റ ഓട്ടൻ ഓടുന്ന അടുക്കളയോടാണോ പ്രാധാന്യതയോടാണ്? കട്ടൻ കാപ്പിലേക്ക് പറഞ്ഞ ഓട്ടാണ്. നോമ്പുകാലത്ത് പാടുന്നൊരു പാട്ടുണ്ട്. 40 നാൾ ഘോഷിക്കാം, വിശക്കുന്നവൻ അപ്പം കൊടുക്കാം, ഈശായി സുഖനെ പോവും, 7 വട്ടം പ്രാർത്ഥിക്കാം. 40 നാൾ ഘോഷിക്കണം, വിശക്കുന്നവന് അപ്പം കൊടുക്കണം. പിന്നെ ഈശായി സുഖൻ അതാണ് യേശുവാണ്. ഇശായിയുടെ സുഖൻ, ഇശായിയുടെ മകൻ ആരാണ്? ദാവീദാണ്. ദാവീദാണ് ഇശായി സുഖനാണ്. യേശു അല്ല. ആരാ 7 വട്ടം പ്രാർത്ഥിച്ചത്? യേശുവാണ്. ദാവീദാണ്. 7 നേരം, ദിവസം 7 നേരം പ്രാർത്ഥിച്ചു എന്ന് പറയുന്ന ആരാണ്? ദാവീദാണ്. യേശു 7 നേരം പ്രാർത്ഥിച്ചതായിട്ട് എവിടെയും പറയുന്നു. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു എന്നൊക്കെ പറയുന്നു. പക്ഷെ 7 നേരം നിങ്ങൾ നോക്കി പ്രാർത്ഥിച്ചില്ല. പക്ഷെ ദാവീദ് 7 വട്ടം പ്രാർത്ഥിച്ചു. അതാണ് വിശക്കുന്നവൻ അപ്പം കൊടുക്കുക. ഇശായി സുഖനെ പോലും ദിനം 7 വട്ടം പ്രാർത്ഥിക്കും. നമ്മുടെ രാജമാര് പറയുന്നത് നോമ്പൊക്കെ വരുന്നത് 1 നേരം കഴിക്കണം, 7 നേരം പ്രാർത്ഥിക്കണം. 1 നേരം കഴിക്കണം, 7 നേരം പ്രാർത്ഥിക്കണം. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ 7 നേരം കഴിക്കും, 1 നേരം പ്രാർത്ഥിക്കും. 7 നേരം കഴിക്കും, 8 കഴിക്കും. കുട്ടി നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. രാവിലെ 6 മണിക്ക് ചായയോ കട്ടൻ കാപ്പിയോ, 8 മണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ 11 മണിക്കൊരു ചായ, ഉച്ചയ്ക്ക് 1 കഴിക്കുമ്പോൾ 3, 4 നേരം. വൈകിട്ട്
വീണ്ടും 4 മണിക്ക് ചായ, 7 മണിയാകുമ്പോൾ കുറച്ച് കട്ടൻ കാപ്പി മിച്ചറും കുട്ടിയായി സീരിയലൊക്കെ കണ്ട് ഇതുവരെ കഴിച്ചിട്ട് എല്ലാം ക്ഷീണം തീർക്കാൻ കഴിയും. പിന്നെ 9 മണിക്ക് അത്താഴം. എത്ര നേരം? കൃത്യം 7 നേരമായി. പിന്നെ കിട്ടിയാലും കഴിയും, ചിലർ അത്ര കിട്ടിയാലും കഴിക്കും, എന്ത് കിട്ടിയാലും കഴിക്കും, എങ്ങനെ കിട്ടിയാലും കഴിക്കും. ഈ കഴിപ്പൊരു പ്രശ്നമാണ്. ഈ നമ്മുടെ മനസ്സിൽ ഈ പ്രിമിറ്റീവ് മനുഷ്യർക്ക് ഒരു ചിന്ത കിടപ്പുണ്ട്. പ്രിമിറ്റീവായിട്ടുള്ള ആദിവാസികളായ മനുഷ്യർക്ക് ഭക്ഷണമില്ലായിരുന്നു, ഫുഡ് വളരെ കുറവാണ്. നാളെ കിട്ടുമോ ഒരു ഉറപ്പില്ല. അതുകൊണ്ട് അവർ കിട്ടുമ്പോഴൊക്കെ എന്ത് ചെയ്യും? ഇഷ്ടം പോലെ കഴിക്കും. കിട്ടുമ്പോൾ ഇഷ്ടം പോലെ കഴിക്കും. കാരണം നാളെ കിട്ടുമോ എന്ന് ഒരു ഉറപ്പില്ല. കാലം മാറിയിട്ടും ഈ ചിന്തയ്ക്ക് മാറ്റം വന്നിട്ടില്ല. നമ്മൾ ഒത്തിരി പുരോഗമിച്ചെങ്കിലും നമ്മുടെ തലമുറ ഇപ്പോഴും കിടക്കുന്നു. ഈ കല്യാണ പന്തലുകളും വീടുകളുടെ ചെല്ലുന്ന ഈ ആക്രമണം കേരളത്തിൽ പട്ടിണിയുണ്ടോ? പട്ടിണിയുണ്ടോ? ഉണ്ട്. നിങ്ങളൊരു ആടുകളിലേക്ക് നോക്കിയാൽ മനുഷ്യന്റെ ഒട്ടാളോട്ട് നമ്മളെ ഇടിച്ചെന്ന് കേൾക്കണം. എല്ലാം ഈ ബുഫയൊക്കെ നോക്കിയാൽ എല്ലാം എടുത്തുകൊണ്ട് വെക്കുകയാണ്. കാരണം നമ്മളെ വിടാതെ ഇതൊക്കെ തീർന്നു പോകും. പിന്നെ ആരെങ്കിലും എടുത്തോണ്ട് പോയാൽ പിന്നെ നമുക്ക് കിട്ടാതെ എല്ലാം എടുത്തൊക്കെ വെക്കുക. അതാണ് കളയാമോന്നില്ല, കഴിക്കാമോന്നില്ല. ഈ ചിന്ത നമ്മുടെ മനസ്സിൽ കിടക്കണം. അതുകൊണ്ടാണ് ഒരു പൊതി കൊടുക്കുന്ന നമ്മളെ നോക്കിയാൽ മനുഷ്യൻ 2, 3 ഒക്കെ വാങ്ങിച്ച് വെറുതെ വീട്ടിൽ കൊണ്ടുവന്ന് എടുത്ത് പോയി കൊടുക്കുക. കാരണം ഇതൊക്കെ വാങ്ങിച്ച് വെക്കണം, കഴിക്കണമെന്നില്ല. പക്ഷെ ഇത് നാളെ കിട്ടത്തില്ലെന്നൊരു വിചാരം എങ്ങനെയോ നമ്മുടെ മനസ്സിൽ കിടക്കാം. ബോധപൂർവ്വമല്ല ഇത് ചെയ്യും. മനുഷ്യനിങ്ങനെ അത് കണ്ടാലും ഇങ്ങനെ 4 5 മനുഷ്യൻ 5 കൈ ഉണ്ടാകുമെങ്കിൽ നല്ലതാണ് വേറെ തോന്നിപ്പോകും. കാരണം ഇത് വാങ്ങിക്കാനായിട്ട് ഇങ്ങനെ ആളുകൾ ഈ ചില പള്ളികളൊക്കെ ഇതൊക്കെ മനസ്സിലാക്കി 5 വാഴ അങ്ങോട്ട് വരും, പിന്നെ അപ്പുറത്തോട്ട് വീണ്ടും വരുന്നതാണ്, പിന്നെ ഇതിലെ വരുന്നതാണ്. നമ്മൾ എത്രയും ഗുണമൊഴിച്ച് ഈ കാലത്ത് ഒരു വ്യത്യാസം ഉണ്ടാകും. ഒന്ന് ഡിസിപ്ലിനായിട്ട് പോയി ഓരോരുത്തരും വാങ്ങിച്ച് വരികയാൽ ദിവസങ്ങളിലൊക്കെ ഒന്ന് പോയി നോക്കണം. മനുഷ്യൻ എങ്ങനെ ഭക്ഷണം കഴിക്കുന്നു, എങ്ങനെ എടുക്കുന്നു. ബുഫയൊക്കെ പോയി അവരുടെ ഐറ്റം എടുത്ത് എവിടെയെങ്കിലും മാറിയിരുന്നു സമയമെടുത്ത് വളരെ അസാവധാനം കഴിച്ച് പിന്നെ കുറച്ച് അടുത്ത ഐറ്റം എടുത്ത് എല്ലാം എടുത്ത് മുൻകൂട്ടി വെച്ചിട്ടല്ല ഇത് കഴിക്കുന്നത്. ഓരോ ഐറ്റമായി അത് ഓരോ ഓർഡറിനനുസരിച്ച് അങ്ങനെയാണ്. ആദ്യം സാലഡാണ് കഴിയും. നമ്മൾ സാലഡ് കഴിയും, അവസാനം കഴിക്കുന്നത് ആദ്യം സാലഡ് കഴിച്ച് സൂപ്പ് കഴിച്ച് ഓരോ ഐറ്റം അങ്ങനെ കഴിക്കുന്നതിന് ഡിസിപ്ലിനുണ്ട്, എടുക്കുന്നതിന് ഡിസിപ്ലിനുണ്ട്. അതെല്ലാം തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രവൃത്തി. തിന്നും കുടിച്ചും വിവാഹം കഴിച്ചു. നമ്മൾ 6 മണിക്ക് അടുക്കളയിൽ വരുന്ന അമ്മമാരൊക്കെ അറിയാം. അടുക്കള 6 മണിക്ക് എത്ര സമയം വരും? രാത്രി 11 മണി വെച്ചും വിളമ്പിയും കൊടുത്തും കഴിച്ച് മഴയ്ക്ക് തലവേദന വെച്ച് അരച്ച് നമ്മുടെ സമയം മുഴുവൻ പോകുന്നതിന് വേണ്ടിയാണ്. അമ്മമാരെല്ലാം കഷ്ടപ്പെടുന്നതാണ് ഈ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അത് ഉണ്ടാക്കി കൊടുത്തു, അത് മഴയ്ക്ക് അടുക്കളയിൽ ഇറങ്ങുമ്പോഴത്തേക്ക് രാവിലെ അരച്ച് നടുവും പോയി മുഴുവൻ പോയി ചെന്ന് കിടക്കുമ്പോഴത്തേക്ക് രാത്രി 11 മണി. ആ പാടെ 2 പേരെ ആരോഗ്യമുള്ളൂ. അവർക്ക് വെക്കാനും വിളമ്പാനും 3 സമയമാണ്. ദിവസമൊക്കെയാണെങ്കിൽ ആ പാടെ 15 മിനിറ്റ് ഭക്ഷണം ഉണ്ടാക്കും. കഴിക്കാനോ 2 മണിക്കൂർ പലർക്ക് ഇരുന്ന് ആസ്വദിച്ച് തമാശകളൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ടുവന്ന് കഴിച്ച് നമ്മൾ ഉണ്ടാക്കാൻ 4 മണിക്കൂർ എടുക്കും, കഴിക്കാൻ 5 മിനിറ്റ് മതി. എടുത്തൊരു വിലക്കാണ്. എന്നിട്ട് 4 കുറ്റവും പറഞ്ഞ് എണീക്കാൻ കൂടി കഴിക്കാൻ വേണ്ടി മാത്രം. ഇപ്പൊ ആളുകൾക്ക് വണ്ടി എടുക്കുമ്പോൾ യൂട്യൂബിലെ വീഡിയോ ഉണ്ടാകും. വെള്ളത്തിനായിട്ടുള്ള ഭക്ഷണം തേടി കഴിക്കാൻ വേണ്ടി മാത്രം, ജീവിക്കാൻ വേണ്ടി കഴിക്കുമല്ല, ഭക്ഷണം കഴിക്കാൻ വേണ്ടി. ഭക്ഷണത്തിന്റെ ആസക്തി അടിമകളായി ആഹാരത്തെക്കാൾ ജീവൻ, ശരീരത്തെക്കാൾ ഉറപ്പും വലുതാണ്. ആഹാരത്തെക്കാൾ വലുതാണ് ഈ ജീവൻ. നീരുന്ന ഉറുപ്പിനേക്കാൾ വലുതാണ് നിന്റെ ശരീരം. നമുക്ക് തെറ്റിപ്പോയി. നമ്മൾ വിചാരിക്കുന്നത് ജീവനേക്കാൾ വലുത് ആഹാരമാണെന്നും ശരീരത്തേക്കാൾ വലുത് ഉറുപ്പാണെന്നും താമസിക്കുന്ന വീടാണെന്നും സഞ്ചരിക്കുന്ന കാറാണെന്നും അതിലൂടെ ജീവിതമാണ് പുറത്തുന്നത്. അതിന്റെ ക്വാളിറ്റിയാണ് പുറത്തുന്നത്. നമ്മൾ നല്ല സ്വഭാവമുള്ളവരായി, ദൈവികമുള്ളവരായി, മനുഷ്യസ്നേഹമുള്ളവരായി ജീവിക്കുന്നതാണ് പ്രധാനം. തിന്നും കുടിച്ചും
വിവാഹത്തിന് കൊടുത്ത് വിവാഹം കഴിച്ചു. ഒരാഴ്ചകളിൽ നമ്മളെന്താ ചെയ്യുന്നത്? കല്യാണം കഴിക്കുന്നു, കുഞ്ഞുങ്ങളുണ്ടാവുന്നു, അവരെ വളർത്തുന്നു, അവരെ പഠിപ്പിക്കുന്നു. പിന്നെ അവർക്ക് വേണ്ടി മാത്രം, എന്നൊക്കെ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കും. മക്കള് എന്ന് പറഞ്ഞ് മാത്രം ബാക്കി എല്ലാവരെയും നമ്മൾ മറക്കണം. കലികാലത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ശ്രീകൃഷ്ണനോട് പാണ്ഡവനോട് ചോദിച്ചു. ശ്രീകൃഷ്ണൻ പാണ്ഡവരോട് പറഞ്ഞു, നിങ്ങൾ 5 ദിക്കിലേക്ക് പോവുക. 5 ദിക്കിലേക്ക് പോയി കാണുന്ന കാഴ്ചകൾ എന്നോട് നമ്മൾ പറയണമെന്ന് പറഞ്ഞു. അർജുനൻ പോയ വഴിയിൽ ഒരു കാഴ്ച പറഞ്ഞു. ഒരു പശു പ്രസവിച്ച് ആ കുഞ്ഞ് അതിനെ ഇങ്ങനെ നക്കി തോത്തുകയാണ്, നക്കി തുടക്കുകയാണ്. പ്രസവിച്ചു കൊടുക്കുന്നത് ഈ കുഞ്ഞിനെ നക്കാൻ പറയും. നക്കി 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 ഒത്തിരി നക്കിയാലെന്ന് പറ്റുന്നു. നക്കി 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 തുടച്ച് അതിന്റെ ശരീരം മുറിഞ്ഞ് ചോര വാങ്ങാതെ ആ കുട്ടി ചത്തു. ശ്രീകൃഷ്ണൻ പറഞ്ഞ കലികാലത്തിൽ ഇത് സംഭവിക്കും. പുത്രവാത്സല്യം കൊണ്ട് മാതാപിതാക്കൾ അന്ധരാകും. പുത്രവാത്സല്യം കൊണ്ട് മാതാപിതാക്കൾ അന്ധരാകും. അവർ ബാക്കിയെല്ലാവരെയും മറക്കും. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എല്ലാവരെയും മറക്കും. അതാണ് പ്രശ്നം. ബാക്കി എല്ലാവരെയും മറക്കും. മക്കൾ അവരുടെ മക്കൾ അതിനപ്പുറത്തേക്കൊന്നുമില്ല. നമ്മൾ ആയുസിൽ എന്താ ചെയ്യുന്ന വളർത്തുന്നു, അവരെ പഠിപ്പിക്കുന്നു, അവരെ കെട്ടിക്കുന്നു, അവരുടെ കുഞ്ഞുങ്ങളുണ്ടാകുന്നു, അവരെ വളർത്തുന്നു, അവരുടെ വീടുകൾ വെച്ച് കൊടുക്കുന്നു, ആ വീടുകൾ പണിയുന്നു, വീടിന് നെറ്റം ശരിയാക്കുന്നു, നല്ല നോക്കി പണിയുന്നു, പിന്നെ വീടിന് നാടുകൾക്കുന്നു, എന്തെല്ലാം സൗകര്യങ്ങൾ പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കുന്നു. ഇങ്ങനെ വീടിന്റെ സൗകര്യങ്ങളും അതിനകത്തുള്ള സാധനങ്ങളൊക്കെ വർദ്ധിപ്പിച്ച് നമ്മുടെ കാല വലിയ കാലാക്കി അവരുടെ വാഹനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കി അങ്ങനെ ഒരു കല്ലറയിൽ ആരുമറിയാതെ, ആരാളുവാക്കപ്പെടാതെ, ആരെയും മനസ്സിലില്ലാതെ, പ്രാർത്ഥനയില്ലാതെ ഒരു ജീവിതം കടന്നു. വെള്ളത്തിൽ വെറുക്കുന്നവൻ വെള്ളത്തിൽ നിന്ന് നാശം ചെയ്യും. എത്രയോ മാതാപിതാക്കൾ മക്കളെയൊക്കെ വളർത്തി പഠിപ്പിച്ച് അവർക്ക് വേണ്ടി മുറിക്കുകൊടുത്ത് കഷ്ടപ്പെട്ട് കണ്ണീരൊഴുക്കി രാത്രികളെ കളിച്ച് കുഞ്ഞുങ്ങളെ വളർത്തി തിരിഞ്ഞു നോക്കാനാവില്ലാതെ ഏതാണ്ട് 400 വർഷത്തേക്ക് വന്നില്ലേ പഠിക്കുമ്പോൾ 240 പേര് ഏറ്റെടുക്കാനാവില്ലാത്ത മാതാപിതാക്കൾ മക്കളുള്ളവരാണ്. അവരൊക്കെ നല്ല രീതിയിൽ ജീവിച്ചവരാണ്. ആർക്കും വേണ്ട. ഒരിക്കൽ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് കൊണ്ടിട്ടിട്ട് മുങ്ങിക്കളഞ്ഞ 240 മാതാപിതാക്കളെ കടവെടുത്ത സങ്കേതമുള്ള സ്ഥാപനത്തിൽ ജോസ് കൊണ്ടുപോയി സംരക്ഷിക്കുന്നുണ്ട്. ബാക്കി പലരും പല അനാഥശാലകളിലേക്കാണ് മാറ്റപ്പെടുന്നത്. ഏറ്റെടുക്കാൻ പോലും പരിവരത്തിന്റെ തന്റെ ജീവിതകാലത്തിൽ പള്ളികളുടെ അയച്ച കൽപ്പനയായിരിക്കുന്ന അതേ പ്രാധാന്യത്തോടെ തന്റെ വീട്ടിലേക്ക് എഴുത്തുകൾ അയച്ചിട്ടുണ്ട്. 1000കണക്കിന് സ്വകാര്യ എഴുത്തുകൾ പിന്നീടായി ഞാൻ എടുത്തിട്ടുണ്ട്. ആ എഴുത്തുകളിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. മക്കളെ, നിങ്ങളുടെ വീട്ടിലുള്ള പ്രായമുള്ളവരെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങളുടെ വീട്ടിൽ 4 വിധവകളായ സ്ത്രീകളുണ്ടായിരുന്നു. അപ്പന്റെ സഹോദരി, ഗുരുവിനെ വളർത്തിയ ആള്, അതുപോലെ അമ്മയുടെ ഒരു സഹോദരി, 4 വിധവകളായ സ്ത്രീകൾ. ആ വീട്ടിലുള്ളവർക്ക് എഴുതുമ്പോൾ പറയും, ഈ അമ്മമാരെയൊക്കെ നിങ്ങൾ വല്ലപ്പോഴും വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തണം, അവരെ വേണ്ടതൊക്കെ വാങ്ങിക്കൊടുക്കണം, അവരെ സന്തോഷിപ്പിക്കണം. നിന്റെ അമ്മയ്ക്ക് എന്തൊക്കെ കൊടുക്കുമോ അതെല്ലാം അവർക്ക് കൊടുക്കണം. അങ്ങനെ നീ ചെയ്താൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപിക്കുന്ന, അങ്ങനെ ചെയ്താലും സ്വർഗത്തിൽ നിക്ഷേപിക്കുന്ന. നമ്മൾ ഈ മക്കളെയും പറഞ്ഞത് അവരെ സ്നേഹിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മൾ ബാക്കി ആരെയും മറക്കരുത്. നമ്മൾ അപ്പനെ മറക്കരുത്. മക്കളെ ചൊല്ലി അപ്പനെ അമ്മയെ ഉപേക്ഷിക്കരുത്. സഹോദരങ്ങൾ വെറുക്കരുത്, സഹോദരങ്ങൾ ഉപേക്ഷിക്കരുത്, അയൽവക്കാരെ ഉപേക്ഷിക്കരുത്. നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം വേണം. ഈ മക്കൾ നിന്നെ മറന്നാലും ദൈവം നിന്നെ മറക്കില്ല. നിനക്കൊരു നിക്ഷേപം അവിടെ ഉണ്ടാവും. അവിടെ നിക്ഷേപം കാണും. ജലത്തിൽ വിളയ്ക്കുന്നവൻ ജലത്തിൽ നിന്ന് നാശം ചെയ്യും. അവരുടെ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ചവൻ ഈ കല്ലറയ്ക്കപ്പുറത്തേക്ക് ഉണ്ടാവില്ല. കല്ലറയ്ക്കപ്പുറത്തേക്ക് ഉണ്ടാവില്ല. ഈ ഉമ്മൻചാണ്ടി വിളിച്ചപ്പോൾ ആളുകൾ ധാരാളം ആ കല്ലറയിൽ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും അല്ലേ? ഇപ്പോഴും വരുന്നത്. അപ്പോഴാണ് ഒരു വാക്യത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായത്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ചില മനുഷ്യർക്ക് മരണമില്ല. ഉത്തമഗീതത്തിൽ പറയുന്നുണ്ട്, സ്നേഹം മരണത്തെക്കാൾ ശക്തമാണ്. സ്നേഹം മരണത്തെക്കാൾ ശക്തമാണ്. ചില അപരാധം മരിച്ചാലും നമ്മുടെ ഉള്ളിൽ ജീവിക്കും. അവരുടെ ഓർമ്മകൾ, പ്രാർത്ഥനകൾ നമ്മുടെ മനസ്സിലുണ്ടാകും. നീ മരിച്ചാലും ജീവിക്കണം. നിന്റെ മക്കൾ നിന്നെ ഓർക്കണം.
എന്റെ കണ്ണുകളെ അവർ ദൈവത്തിക്കണം. അവരെവിടായിരുന്നാലും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആരുടെയും ഓർമ്മയിലും പ്രാർത്ഥനയിലും ചിന്തയിലില്ലാതെ ഒരു ജീവിതം കടന്നുപോയാൽ അതിനേക്കാൾ വലിയൊരു ദുരന്തം വേറെയില്ല. അതൊരു ദുരന്തമാണ്. ജീവിച്ചതിനോ ജനിച്ചതിനോ മരിച്ചതിനോ ഒരടയാളമില്ലാതെ ഒരു മനുഷ്യൻ കടന്നുപോയാൽ അതൊരു ദുരന്തമാണ്. ആ യേശു യൂദായെ കുറിച്ച് പറഞ്ഞത്, ഈ മനുഷ്യൻ ജനിക്കാതിരുന്നതിൽ അവന് നല്ലതായിരുന്നു. ജനിക്കാതിരുന്നതിന് തുല്യമാണ് അവർ ജനിച്ചതിനോ ജീവിച്ചതിനോ മരിച്ചതിനോ അവൻ അടയാളം ഇല്ല. അതൊരു ദുരന്തമാണ്. അങ്ങനെ ഒരു ദുരന്തം നമുക്കുണ്ടാകരുത്. ഒരാൾ നമ്മളെ ഓർത്തിരിക്കാൻ ഒറ്റ കാര്യം മതി. എന്താണ്? ഒറ്റ കാര്യം, കരുണ. ആരെയാണ് ഓർത്ത് വെക്കുന്നത്? എത്ര കാലം കഴിഞ്ഞാലും നമ്മളോട് കരുണ കാണിച്ചിട്ടുള്ള മനുഷ്യരെ നമ്മൾ ഒരാൾക്ക് സമയത്ത് വന്ന് ഒരു സ്വാതന്ത്ര്യം പറഞ്ഞ മനുഷ്യരെ എല്ലാവരും കഴിവില്ലാതെ ആളുകളുണ്ട്. എല്ലാ വഴികളും പറയുമ്പോൾ ചില വഴികൾ തുറന്നു വെച്ച ചില മനുഷ്യരുണ്ട്. ഒരു പൈസ കൈയെടുക്കാനില്ലാതെ വന്നപ്പോൾ ഇതിന്റെ കൈവരിക്കട്ടെ എന്ന് നമ്മളോട് വന്ന് പറഞ്ഞ ചില മനുഷ്യരുണ്ട്. ഒരു ഗതിയില്ലാതെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞപ്പോൾ ദൈവത്തെ പോലെ നമ്മുടെ അടുക്കൽ വന്ന് നമ്മളെ ആശ്വസിപ്പിച്ച ചില ആളുകളുണ്ട്. നമ്മളൊക്കെ ഈ വിലയിരുത്തിയത് ഞാൻ ഇവിടെ നിൽക്കുന്നത് എത്രയോ പേരുടെ സഹായം കൊണ്ടാണ്, എത്രയോ പേരുടെ പ്രാർത്ഥന കൊണ്ടാണ്. നമുക്ക് അറിയാൻ പാടില്ലാത്ത, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത മനുഷ്യർ പോലും നമ്മളോട് കരുണ കാണിച്ചിട്ടുണ്ട്. നമ്മൾ വിദേശത്ത് പോകുമ്പോൾ, യാത്രകൾ ചെയ്യുമ്പോൾ, നമ്മൾ ഒരിക്കൽ കണ്ടിട്ടില്ലാത്ത, ഇനി ഒരിക്കലും കാണാൻ ഒരു സാധ്യതയില്ലാത്ത മനുഷ്യർ പോലും നമ്മളോട് കരുണ കാണിച്ചിട്ടുണ്ട്. നമ്മൾ അവരെ മറക്കുന്നില്ല. ആരെങ്കിലും ഒക്കെ നമ്മളോട് കരുണ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ ഒരിക്കലും മറക്കില്ല. മനുഷ്യനാണ് ഓർക്കാനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒറ്റ വഴിയേ ഉള്ളൂ, കരുണ കാണിക്കുക. നമ്മളെ കൊണ്ടാകുന്ന വിധത്തിൽ ഒരു പുഞ്ചിരിയെങ്കിൽ അങ്ങനെ, ഒരു സ്പർശനമെങ്കിൽ അങ്ങനെ, ഒരു സന്ദർശനമെങ്കിൽ അങ്ങനെ, 100 രൂപ കൊടുക്കാൻ പറ്റാത്ത അങ്ങനെ, വേറെങ്കിലുമൊക്കെ വിധത്തിൽ ആർക്കെങ്കിലും ഒരു ദിവസം നമ്മെ കൊണ്ട് പ്രയോജനം ഉണ്ടാകണം. ഒരു ദിവസത്തിന്റെ അവസാനം കിടന്നുറങ്ങുന്നതിന് മുമ്പ് എന്നെ കൊണ്ട് ആർക്ക് എന്ത് ഗുണമുണ്ടായി എന്നൊന്ന് ചിന്തിക്കാൻ ഓരോ ദിവസവും നമുക്ക് കഴിയും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം വരും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. ആമാരിലേക്ക് ജഡത്തിന്റെ സ്വഭാവമാണ്. അപ്പോൾ ഈ ജഡത്തെ നമ്മൾ എന്ത് ചെയ്യും? ജഡത്തെ കൈകാര്യം ചെയ്യണം. അതെന്താ വഴി? ഗലാത്യർ 4:24 പറയുന്നു, ക്രിസ്തുവിലുള്ള ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടെ ക്രൂശിച്ചിരിക്കുന്നു. ഈ ജഡത്തെ എന്ത് ചെയ്യണം? ക്രിസ്തുവിലുള്ള ഈ ജഡത്തെ എന്ത് ചെയ്യണം? ക്രൂശിക്കണം. ഈ ജഡത്തെ അതിന്റെ വഴിക്ക് വിടരുത്. ഈ ശരീരത്തെ അതിന്റെ വഴിക്ക് വിടരുത്. ഈ ശരീരത്തെ വഴുതിയിലാക്കണം. പിശാചിന്റെ എൻട്രി പോയിന്റ് ഏതാണ്? പിശാച് നമ്മൾ പ്രവേശിക്കുന്ന അതിന്റെ എൻട്രി പോയിന്റ് ഏതാണെന്നറിയാം? വയറാണ്, ശരീരമാണ്. എന്തുകൊണ്ടാണ് യേശു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത്? കർത്താവാണറിയാം, പിശാചിനെ തോൽപ്പിക്കാനുള്ള ഏക വഴി ഈ ജഡത്തെ തോൽപ്പിക്കുക, ജഡത്തിന്റെ ഇച്ഛകളെ തോൽപ്പിക്കുക. അതുകൊണ്ടാണ് യേശു 40 ദിവസം ഉപവാസമെടുത്ത് ഈ ശരീരത്തിന്റെ ആഗ്രഹങ്ങളെയും ഇച്ഛകളെയും ശോഭനകളെയും നിയന്ത്രിച്ചത്. ഈ ശരീരത്തെ തോൽപ്പിക്കാതെ, ശരീരത്തെ വലുതിയിൽ നിർത്താതെ പിശാചിനെ തോൽപ്പിക്കാനാവില്ല. 1 പത്രോസ് 4:1 ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചതുപോലെ നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിക്കണം. ഇതൊരായുധമാണ്. ജഡത്തിലെ കഷ്ടത. നിങ്ങളുടെ ശരീരത്തിൽ ഒരു കഷ്ടതയുണ്ടെങ്കിൽ അത് പിശാചിനെ തോൽപ്പിക്കാനുള്ള ഒരു ആയുധമാക്കി നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ശരീരത്തിൽ കഷ്ടം അനുഭവിക്കുന്ന ഒരാള് പാപം ചെയ്യത്തില്ല. അയാൾക്ക് പാപം ചെയ്യാൻ അറിയില്ല. ശരീരത്തിലെ കഷ്ടത ഒരു ആയുധമാണ്. പിശാചിനെ തോൽപ്പിക്കാൻ ദൈവം വരുന്ന ഒരു വഴിയാണ്. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുപോലെ നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായിരിക്കണം. ജഡത്തിലെ കഷ്ടത. എങ്ങനെയാണ് ഈ ശരീരത്തിൽ നമ്മൾ ചില കഷ്ടങ്ങൾ മനഃപൂർവ്വം സ്വീകരിക്കുന്നത്? അതിനുള്ള വഴി റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. റോമർ 12:1-2 എന്താണ് വാക്യം? റോമർ 12 എങ്ങനെയാണ് പറയുന്നത്? 2 സഹോദരങ്ങളെ, ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ
പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുടെ ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവൻ വിശുദ്ധി ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. നിങ്ങളുടെ ശരീരങ്ങളെ offer your body after living sacrifice. ഈ ശരീരത്തെ ഒരു യാഗമായി അങ്ങനെ അറിയുന്ന ഒറ്റ വഴി ഇതാക്കന്മാർക്കുന്ന ഒറ്റ വഴി നോമ്പ് ഉപവാസം. വിചാരിക്കുന്നത് നോമ്പെന്നാണ്, ഉപവാസത്തിനാണ്. കർത്താവ് പറഞ്ഞു ഉപവാസമാണ്, പ്രാർത്ഥനയാണ്. വേറെ ഒരു വഴിയില്ല. ഉപവാസം ഒരു മനുഷ്യനെ നമ്മുടെ വഴിയിലാക്കാൻ ഒറ്റ വഴിയുള്ളൂ. ഒരു മനുഷ്യനെ അച്ചടക്കം പഠിപ്പിക്കാൻ, ഡിസിപ്ലിൻ പഠിപ്പിക്കാൻ. എന്റെ കൊച്ചുനാളില് ഞങ്ങളുടെ വീട്ടിൽ എല്ലാ പ്രശ്നം കടകളുണ്ട്. ഞങ്ങൾ 3 ആളുകളാണ്. എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തില്ലെങ്കിൽ പറയുന്നത് ശിക്ഷ നൽകും. തുള്ളി വെള്ളം തരുന്നില്ല. പക്ഷേ വെല്ലുവിളത്തില്ലെങ്കിൽ അല്ലെങ്കിൽ ആണമായില്ലെങ്കിൽ അല്ലെങ്കിൽ കടകളിൽ സാധനം മേടിച്ചില്ലെങ്കിൽ ചാടാൻ പോയിട്ട് തുള്ളി വെള്ളം തരുന്നില്ല. അങ്ങനെ കടകളിലേക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് അപ്പൊ അതായത് ഒരു മനുഷ്യനെ ഡിസിപ്ലിൻ പഠിപ്പിക്കാനുള്ള ഏറ്റവും നല്ല വഴി നമ്മൾ എന്ത് ചെയ്യണം? പട്ടിണിക്കണം. നമ്മുടെ ജയിലുകളിലൊക്കെ ചെയ്യാം. ജയിലുകൾ പണ്ടെന്താ പറയുമോ, ഇവിടെ ഉണ്ടെന്നൊരു മക്കളുണ്ട്. ഉണ്ടതിരിക്കുന്ന വീടുകളുണ്ടാവില്ല. ജയിലുകൾക്ക് കൊടുക്കുന്ന ഭക്ഷണമാണ് എന്താ? എന്താണ് ഉണ്ട? ഗോതമ്പ് ഉരുട്ടി കുഴച്ച് 250 ഗ്രാമുള്ള ഉണ്ടകളാക്കി വെണ്ണയിലിട്ട് പൊരിച്ച് കൊടുക്കുന്ന ഒരു സാധനമാണ് ഈ ഗോതമ്പുണ്ട. നമ്മുടെ ഈ ബോണ്ടയിൽ അതിന്റെ വലിയ പൈപ്പാണ്. ആ ഉണ്ട രാവിലെ ഉണ്ട, ഉച്ചയ്ക്കുണ്ട, വൈകിട്ടുണ്ട. ഇതാണ് കൊടുക്കുന്നത്. നമ്മുടെ അലക്കാമത്തേക്ക് ജയിൽ ജീവിക്കാൻ വന്നതിന് ശേഷം അത് മാറ്റങ്ങൾ വരുത്തി അവരുടെ മനുഷ്യാവകാശത്തെ അവിടെ പരിഗണിച്ചിട്ടേ ഉള്ളൂ. അവർക്ക് ആഴ്ചയിൽ ഒരിക്കൽ മട്ടൺ, ദിവസവും ചിക്കൻ, 2 ദിവസം കൊടുക്കാം ലിവർ. ഞാൻ അതിശയിച്ചില്ല. നമുക്ക് ആഴ്ചയിൽ പോയിട്ട് വർഷത്തിലേക്ക് പോലും മട്ടൻ കിട്ടുന്നില്ല. വെളിയിൽ പോയാൽ ആഴ്ചയിൽ ഒരിക്കൽ മട്ടൻ കിട്ടും, കൃത്യമായിട്ട് കിട്ടും. ആണ് അതുകൊണ്ടാണ് നിങ്ങൾ ഈ എല്ലും പോയി വരുന്ന ഗോവിന്ദ സ്വാമിയൊക്കെ ഡെയിലി പോയി വെക്കുക. മകളും ബീഫും ചിക്കനൊക്കെ കഴിച്ച് ഷാരൂഖ് ഖാനെ പഠിക്കുന്ന കഴിയാണ്. നീ ആരെയാ പഠിപ്പിക്കണം അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ചെയ്യുന്നുള്ള കൺസെപ്റ്റ്. അവനെ ഉണ്ടാകുന്ന വിഷമിച്ച് അടച്ച് വരുന്നേ ഈ വേടാളെ കൊണ്ട് പറയാൻ ഇടയാളെ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിപ്പോകാം. ഇപ്പൊ അവർ പോകുന്ന ഇനി എന്നാലും മണം കിട്ടുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നിന്നോട് എന്തോ സുഖമായ ജീവിതമാണ്. നമ്മുടെ ഫോൺ ഉപയോഗിക്കാം, നമ്മുടെ ജീവിതമാണ്, എല്ലാ സൗകര്യങ്ങളാണ് രാജകീയമായിട്ടാണ് വിശദീകരിക്കുന്നത്. ഇതെല്ലാം അവനെ ഇങ്ങനെ മുന്നോട്ട് കൊടുത്തിട്ട് അവനെ കഠിനമായി ഉപയോഗിച്ച് അവനെ അനുഭവിച്ച് തെറ്റുനേക്കി നല്ല മനുഷ്യനായി മാറാൻ അവനെ അവന്റെ ശരീരവും മനസ്സൊക്കെ ഡിസിപ്ലിൻ ചെയ്യാൻ അവൻ ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങൾക്ക് വിധേയനാക്കുക. ഒരു മനുഷ്യൻ ചോദിക്കുന്നതെല്ലാം കിട്ടിപ്പോഴുണ്ട്, ചോദിക്കുന്നതെല്ലാം കിട്ടുക, എന്ത് വെച്ചാലും കിട്ടുക. അഹങ്കാരിയായിരിക്കും. നമ്മുടെ പിള്ളേര് അവരെ നശിപ്പിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. എന്ത് ചോദിച്ചാലും കൊടുത്തേക്കാം. ഒരു ഉടുപ്പ് ചോദിച്ചാൽ 2 മേടിച്ചു കൊടുക്കണം, ഒരു ചെരുപ്പ് ചോദിച്ചാൽ 4 മേടിച്ചു കൊടുക്കണം, ഒരു സാധാരണ ഫോൺ ചോദിച്ചാൽ ഐഫോൺ മേടിച്ചു കൊടുക്കണം, ഒരു സൈക്കിൾ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ബൈക്ക് മേടിച്ചു കൊടുക്കണം, ബൈക്ക് ചോദിച്ചാൽ കാർ മേടിച്ചു കൊടുക്കണം. അവൻ നിങ്ങളെ കൊല്ലും, അവൻ സ്വയം നശിക്കും. ചോദിക്കുന്നതൊക്കെ കൊടുത്തുകൊണ്ടാണ്. നമ്മുടെ ശരീരം അതുപോലാണ്. ചോദിക്കുന്നതൊക്കെ കൊടുത്തുകൊണ്ടിരുന്നാൽ ഈ ശരീരം ഒരിക്കലും നമ്മുടെ പരിധിയിൽ നിൽക്കില്ല. ഈ ഭക്ഷണമൊക്കെ നല്ലതാണ്, ഇറച്ചിയും മീനും മുട്ടയൊക്കെ നല്ലതാണ്, കഴിച്ചോളൂ. പക്ഷെ ചിലപ്പോൾ ഇത് വേണ്ടാന്ന് വെക്കാൻ ഒരു ഇച്ഛാശക്തി വേണ്ടേ? നമ്മൾ പറയുന്നത് നമ്മളെ വഴങ്ങണം. ഒരു വലിയ ഒരു കല്യാണം വേണ്ടി പോയി ഇറച്ചി നടന്നപ്പോ ഉണ്ടോ ഒരു ധൈര്യം വേണ്ടേ? ഒരു തന്നെയാണ് വേണ്ടേ? ഒരു ചങ്ങനയുടെ ഉറപ്പ് വേണ്ടേ? ആരെന്ത് നന്നാലും കഴിക്കുക, എങ്ങോട്ട് എടുത്താലും പോവുക, എവിടെയും കഴിക്കുക, എവിടെയും കഴിയുക, എങ്ങനെ പോവുക. ഒരു മനുഷ്യന് ഡിസിപ്ലിൻ വേണ്ടേ? ഒരു അച്ചടക്കം വേണ്ടേ? ചില കാര്യങ്ങൾ വേണ്ടാന്ന് പറയാൻ പറ്റണ്ടേ? ഒരു നോ, ഒരു പൊതുവെ മനുഷ്യർ പറയുന്ന വാക്ക് നോ എന്നാണ്. വല്ലപ്പോഴും യെസ് എന്ന് പറയാം. നിങ്ങൾ എപ്പോഴും പറയുന്ന വാക്ക് നോ, ഇല്ല, വേണ്ട, പറ്റില്ല.
ആര് വിളിക്കുന്നതിന് നിന്ന് കൊടുക്കുക, ആരുടെ താല്പര്യത്തിൽ നിന്ന് കൊടുക്കുക, ആരുടെയും മെസ്സേജിന് അവർക്ക് റെസ്പോണ്ട് ചെയ്യുക, ആര് വിളിച്ചാൽ ആ വഴിക്ക് പോവുക, ഏത് കൂട്ടുകാരെ വിളിച്ചാലും പോവുക, എന്ത് വേണമെങ്കിലും വാങ്ങി കഴിക്കുക, എന്ത് വേണമെങ്കിലും വാങ്ങി ചികിത്സയില്ല. നോ, മനുഷ്യന് ഇച്ഛാശക്തി വേണം. അതിനുള്ള ആഗ്രഹ പണിയാണ് ഉപവാസം. അത് ഭക്ഷണത്തിൽ തുടങ്ങണം. ഭക്ഷണത്തോട് നോവായാൽ ഒന്നിനോട് നോവായില്ല. അതാണ് എന്റെ പ്രിൻസിപ്പിൾ. അതുകൊണ്ടാണ് ഈ ഭക്ഷണത്തിൽ നമ്മൾ തുടങ്ങണം. വലിയവന്മാർ മകളെ വെള്ളിയാഴ്ച അവരുടെ ഭക്ഷണമില്ല, എന്തായാലും ചത്തുപോകും. 50 ദിവസം വീട്ടിൽ മീൻ മേടിക്കുന്നില്ല, എന്താ അവിടെ കുഴപ്പമില്ലല്ലോ, നമ്മുടെ ഇല്ലെങ്കിൽ മനുഷ്യന്മാരോട് പറ്റും. നിങ്ങളുടെ ആരോഗ്യം പറയുമ്പോൾ എത്രയും നിങ്ങൾ ഇതൊക്കെ കുറയ്ക്കുന്നു അത്രയും നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും, അത്രയും ആരോഗ്യം മെച്ചപ്പെടും, അത്രയും കാലം കൂടെ നിങ്ങൾ ജീവിക്കും. ഉപവാസം എടുത്ത് കഴിക്കണം. ഉപവാസം എടുക്കുമ്പോൾ നിങ്ങളുടെ ശരീരവും മനസ്സും ഒക്കെ ശുദ്ധമാകും. ഉപവസിച്ച് പഠിക്കണം. ഉപവാസം എടുക്കണം. ആഗ്രഹം ബുദ്ധിമുട്ട് തോന്നും. 2 ദിവസം ആകുമ്പോൾ വയറ് നടക്കും, തലവേദന വരും. 2-3 ദിവസം ആകുമ്പോൾ തയ്യൽ അവന് ചോദിച്ചാൽ കിട്ടില്ലെന്ന് പറഞ്ഞാൽ ചോദിക്കുന്നതങ്ങ് നിർത്തി. ചോദിക്കുന്നതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കരുത്. ഇപ്പൊ ഇല്ല, ഈ പിള്ളേർ വെള്ളം കുടിക്കാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവർക്ക് പ്രശ്നമില്ല, അങ്ങനെ പഠിക്കണം. ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് കുടിച്ചാൽ മതി. ഒരുപാട് വരാണ് അപ്പോഴാണ് വെള്ളം കുടിക്കുന്നത്. നമ്മൾ നിൽക്കണം. എന്താണ് നടക്കുന്നത് അതറിയാം. ഓരോ സമയത്തുള്ള സമൂഹം മനസ്സിലാക്കി, പ്രാധാന്യം മനസ്സിലാക്കി പ്രതികരിക്കണം. ഉള്ളവരുന്നത് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ നമ്മൾ പഠിക്കണം. ഓരോ സന്ദർഭത്തിനും സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാനുള്ള വിവേകവും തിരിച്ചറിവും മനുഷ്യനുണ്ടാകണം. അതിനാണ് നമ്മൾ വിദ്യാഭ്യാസം ചെയ്യുന്നത്, അതിനാണ് നമ്മുടെ നാളുകളിൽ വരുന്നത്. തോന്നുന്നതല്ല, പറയാനും ചെയ്യാനും അല്ല നമ്മൾ ജീവിക്കുന്നത്. അത് ആ സന്ദർഭമനുസരിച്ച് പ്രതികരിക്കാനും പറയാനും പറയാതിരിക്കാനും മിണ്ടാതിരിക്കാനും കൊടുക്കാതിരിക്കാനും ഒക്കെ നമ്മൾക്ക് കഴിയണം. അങ്ങനെയാണ് നമ്മൾ ഡിസിപ്ലിൻ പഠിക്കുന്നത്, അച്ചടക്കം പഠിക്കുന്നത്. അതിന്റെ ആദ്യമാണ് ഉപവാസം. ശരീരത്തെ വഴിയിലാക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, അതിനുള്ള വഴിയാണ് ഉപവാസം. ശരീരം കഴിഞ്ഞാൽ പിന്നെന്താണ്? മനുഷ്യന് 3 ഘടകങ്ങളുണ്ട്: ശരീരം, മനസ്സ്, ആത്മാവ്. അതായത് നിങ്ങൾ നോക്കിയാൽ ആദ്യം വയറ്, അത് കഴിഞ്ഞാൽ മനസ്സ്, മനസ്സ് കഴിഞ്ഞാൽ ആത്മാവ്. അപ്പൊ ശരീരം കഴിഞ്ഞാൽ പിന്നെ അടുത്തെന്താണ്? മനസ്സ്. ഈ മനസ്സിനെ വൈദ്യരാക്കാൻ നീ മനസ്സിന്റെ പ്രശ്നം എന്താണ്? ചിന്തകളാണ്. ഈ ചിന്തകളെ വൈദ്യരാക്കാൻ റോമാലേഖനം 12-ന്റെ 2-ാം വാക്യം. 1-ാം വാക്യം നമ്മൾ പറഞ്ഞു ശരീരത്തെ യാഗമായി സമർപ്പിക്കണം. 2-ാം വാക്യം എന്താണ്? ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവങ്ങളിൽ നിന്ന് തിരിച്ചറിയാൻ മനസ്സ് രൂപാന്തരപ്പെടുന്നു. മനസ്സിനെ നവീകരിക്കണം. ശരീരത്തെ നവീകരിച്ചാൽ പിന്നെ അടുത്ത പടി മനസ്സ്. ശരീരത്തെ നവീകരിക്കാത്ത ഒരാൾക്ക് മനസ്സ് നവീകരിക്കാൻ പറ്റില്ല. ശരീരം പറ്റിയില്ലായ ഉപവാസവും നോമ്പും ഒക്കെ എടുത്ത് ഈ നിശ്ചയങ്ങൾ നമ്മൾ പഠിച്ചാൽ പടിപടിയായി ഒരു ദിവസം കൂടെ പറ്റില്ല. നമ്മൾ പടിപടിയായി ഈ ശരീരത്തെ വൈദ്യരാക്കണം. ശരീരം വൈദ്യരാകാൻ നമ്മൾ പറയുന്നത് ഈ ശരീരം നിൽക്കണം. എന്ത് കഴിക്കണം, എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം, എത്ര കഴിക്കണം നമ്മൾ പറയണം. ഭക്ഷണം കാണുമ്പോൾ വായിൽ വെള്ളം വരുന്നത്. മാത്യൂസിന്റെ മാവ കരിമീൻ വലിയ ഇഷ്ടമാണ്. മാത്യൂസിന്റെ മാവായി കണ്ടിട്ടുള്ളവരാണ്. മാത്യൂസിന്റെ മാവായി കണ്ടിട്ടുള്ളവരുടെ ശാസ്താമതയെ തുടങ്ങിയിരിക്കുന്ന മാത്യൂസ് ദില്യൻ മാവ. ഈ മാവായിക്ക് അദ്ദേഹം പെരിനാട്ടുകാരനാണ്. അവിടെ കരിമീൻ ഇഷ്ടം പോലെ കിട്ടുന്ന സ്ഥലമാണ്. കരിമീൻ ഭയങ്കര ഇഷ്ടമാണ്. കരിമീൻ കണ്ടാൽ വായിൽ വെള്ളം പോകും. ഒരിക്കൽ ഒരു വീട്ടിൽ ഭക്ഷണത്തിന് ചെന്നപ്പോൾ വലിയൊരു കരിമീൻ ഒളിച്ചു വെച്ചിരിക്കും. ഇതിനെ പറഞ്ഞു, കരിമീനും ഉണ്ടല്ലോ. പക്ഷേ ഇതിനെ ഭക്ഷണം കഴിച്ചപ്പോൾ ഈ കരിമീൻ തൊട്ടില്ല. കഴിച്ചതെടുക്കുമ്പോൾ ആരോട് ചോദിച്ചത്, എനിക്ക് ഇഷ്ടമല്ലേ കരിമീൻ, എന്തുകൊണ്ട് കഴിച്ചില്ല? ഇതിനെ പറഞ്ഞു, ഈ കരിമീൻ കണ്ടപ്പോൾ എന്റെ വായിൽ വെള്ളം പോയി, അതിനോട് ഇഷ്ടം തോന്നി. ആ ഇഷ്ടത്തെ നിയന്ത്രിക്കാൻ ഞാനത് കഴിച്ചില്ല. അങ്ങനെയാണ് നമുക്ക് ഇഷ്ടം തോന്നുന്ന ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കുന്നതാണ്. അതാണ് ഡിസിപ്ലിൻ, അതാണ് നമ്മൾ
അതാണ് മാർഗം. നമുക്ക് തോന്നുന്നു നമ്മൾ കിട്ടുന്നതെല്ലാം ആസ്വദിക്കാതിരിക്കാൻ നമ്മുടെ ഇഷ്ടങ്ങളെ അടക്കാൻ നമ്മൾ പഠിക്കുക. അതിന് വഴിയാണ് മോഹം. രണ്ടാമത് മനസ്സ് കുറിച്ച് വാർത്തകളാണ്. അങ്ങനെ വഴിയുന്നതാണ്. മനസ്സിന്റെ പ്രശ്നം ചിന്തകളാണ്. എവിടെ ഇരിക്കുന്നതെല്ലാം ചിന്തകൾ. ഞാൻ ചിലപ്പോൾ തോന്നിയാൽ ചിരിക്കുന്നതുകൊണ്ട് വീട്ടിലെന്നാ നന്നായി കാണുന്നതായിരിക്കുന്നത് എന്തെല്ലാം ചിന്തകൾ. ഇവിടെ മക്കളെടുത്തൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. ചിലവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. ഒന്നും കേട്ടില്ല. ശരീരം മാത്രമേ ഉള്ളൂ. മനസ്സൊക്കെ വേറെ പോയി വെറുതെ ഞാൻ കണ്ണു ചെയ്യുകയാണ്. ഒരു വാക്കിൽ പോലും മനസ്സിൽ തട്ടിയില്ല. അവിടെയും കുറ്റമല്ല. മനുഷ്യരങ്ങനെയാണ്. 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളെ ശ്രദ്ധയൊക്കെ ഒന്ന് പോകും. ഇപ്പൊ 20 മിനിറ്റ് കൂടുതലൊന്നും അയാൾക്ക് ഒരു കാര്യം ശ്രദ്ധ ചെയ്യാൻ പറ്റില്ല. ഈ 1.5 മണിക്കൂർ പ്രസംഗമൊക്കെ കേട്ടിരിക്കാനുള്ള ക്ഷമയൊന്നും ആർക്കും ഇല്ല. മനുഷ്യന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു. നമ്മൾ ഡിസ്ട്രാക്റ്റഡായി ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റുന്നില്ല. 10 മിനിറ്റ് ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മുടെ കോൺസെൻട്രേഷൻ ഒക്കെ പോയി. 2 മണിക്കൂറുകളിൽ ഓരോ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ മനുഷ്യൻ പറ്റും. അതൊക്കെ പോയി. ആ കാലം പോയി. അതൊക്കെ കുറ്റമല്ല. മനസ്സിങ്ങനെ അലയുകയാണ്. ഡിസ്ട്രാക്റ്റാണ്. വിശ്വാസം നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യും. ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. നമ്മുടെ ഒരുപാട് കൂട്ടും തിരക്ക് കൂട്ടും. വിശ്വാസം ചെയ്യുന്നവരെ നമ്മളെ തിരക്കുള്ളവരാക്കും, ബിസിയാക്കും. നമ്മുടെ ജോലികൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും. നമ്മുടെ ബുദ്ധിമുട്ടുകൾ, ബാധ്യതകൾ, ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഒന്നിനും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഒരാളാസെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഒരു വേറെ സഹായിച്ചാൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഒന്നിനും ശ്രദ്ധയില്ലാത്ത മനുഷ്യരെ ആത്മീയമായി തളർന്നു പോകാൻ നമ്മുടെ തിരക്കുള്ളവരും ബിസിയും ഡിസ്ട്രാക്റ്റഡും ആക്കി മാറ്റി ഒരു വേറെ പുസ്തകത്തിൽ ഒരു അധ്യായം കോൺസെൻട്രേറ്റ് ചെയ്ത് വായിക്കാൻ പോകുന്ന ക്ഷമാക്കില്ലാതെ അങ്ങനെയായി നമ്മുടെ ജീവിത സാധ്യതകളാണ്. മനുഷ്യൻ ചിന്തകൾ ചിന്തിക്കുന്നു. അതുപോലെ നിങ്ങളെന്ത് ചിന്തിക്കുന്നു, എങ്ങനെ ചിന്തിക്കുന്നു, അതാണ് നിങ്ങളുടെ ജീവിതം. അങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം. നല്ല മനുഷ്യനാണെങ്കിൽ നല്ല ചിന്തകൾ വേണം. നല്ല ചിന്തകൾക്ക് നല്ല ഉറവിടം വേണം, ഇൻപുട്ട് വേണം. നമ്മളെ കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ചിന്തകൾ. വളരെ വലിയ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കേട്ട് വായിച്ച് ഈ വാട്സാപ്പ് ഫേസ്ബുക്ക് അതൊക്കെ തൊട്ടുപോയാൽ നിനക്ക് അതിനൊരു മോചനമില്ല. മണിക്കൂറുകളോളം ആരെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിട്ട് ലോകം റീൽസും കണ്ട് ഇങ്ങനെ ആളുകളെ വഹിച്ചും അല്ലെങ്കിൽ ഇങ്ങനെ അർത്ഥപ്പെട്ട് അനുഭവപ്പെട്ടും നിങ്ങളെ ഇവർക്ക് ഉണ്ടാക്കിവിടുന്നവർക്കെല്ലാം കാശ് കിട്ടും. നിങ്ങളുടെ ജീവിതവും പോയി, ഭാവിയും പോയി, പഠിത്തവും പോയി, എല്ലാം പോയി, സമയം. ഇതൊക്കെ നമ്മുടെ ചിന്തകളിലേക്ക് വരുന്നു. ഈ വീഡിയോസിലൊക്കെ ആളുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്ന അഭിപ്രായങ്ങളും ആശയങ്ങളും നമ്മളെ സ്വാധീനിക്കും. കുടുംബങ്ങളുടെ സ്വാധീനം ഉണ്ടാകും. മനുഷ്യരുമായി ഇടപെടുന്നവരെ സ്വാധീനിക്കും. ഈ കേൾക്കുന്നത് കാണുന്നതൊക്കെ നമ്മളെ സ്വാധീനിക്കും. നമ്മുടെ ബന്ധങ്ങൾ ശീതലമാകും. അവിഹിത ബന്ധങ്ങൾക്കുള്ള താല്പര്യങ്ങൾ നമുക്കുണ്ടാകും. മോശമായ കുട്ടികളിലേക്ക് പോകാൻ ഇത് നമ്മളെ പ്രേരിപ്പിക്കും. ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ ചിന്തകളായി, ആഗ്രഹങ്ങളായി, മോഹങ്ങളായി, ഭാവങ്ങളായി, സ്വപ്നങ്ങളായി എല്ലാം മാറുന്നത്. നല്ല ചിന്തകൾ ഉണ്ടാകുന്നത് നല്ല കാര്യങ്ങളിൽ ഇടമാണ്. നല്ല സിനിമ പ്രസംഗത്തിൽ പറയുന്നത് കേട്ടു. മറ്റു സിനിമ മക്കളെ ചാണകക്കുഴിയിൽ ഇരിക്കാൻ വേണം, ചന്ദനക്കുഴിയുടെ മണവും കേൾക്കണം. പറ്റൂ. ചാണകക്കുഴി വരുന്ന എന്തുമാണ്? ചാണകത്തിനാണ്. ചാണകക്കുഴി പോയി നിന്നിട്ട് ചന്ദനക്കുഴിയുടെ മണം കേൾക്കാൻ പറ്റത്തില്ല. വളരെ ഉള്ളിൽ വൃത്തികളും കണ്ണിൽ കേട്ടും പറഞ്ഞു ആസ്വദിച്ചും അയച്ചു കൊടുത്തും രാത്രി നല്ല ചിന്ത വരൂ. നല്ല ചിന്തകൾ വേണമെങ്കിൽ നല്ല ഇൻപുട്ട് വേണം. അതിനൊറ്റ വഴിയുള്ളൂ, ദൈവത്തിന്റെ വചനം. നല്ല ചിന്തകളെ നൽകിയിരിക്കാം, എന്നെ ശുദ്ധീകരിക്കാം. ഒരാശ്വാസം വരുന്ന അതൊക്കെ പ്രയാസം, ഒരു വേദന പോകും, എന്റെ വഴികളായി പോകും, അതിന് സഹായം പോകും, എല്ലാവരും പറയുമ്പോൾ എല്ലാവരും ഈ പുസ്തകം ശാന്തമായി മുറിയിൽക്കണം, കണ്ണുകളടക്കണം, ധ്യാനിക്കണം, വായിക്കണം. വായിക്കുന്നവർക്ക് ഓടണം, പഠിക്കണം, ശ്രദ്ധിക്കണം. എത്ര പുസ്തകങ്ങൾ നമ്മൾ പ്രസംഗം കേൾക്കാൻ പോവുകയാണ്. ഒരു
ദൈവത്തെ നീ ഗൗരവമായി എടുക്കാം. ദൈവത്തിനെ ഗൗരവമായി എടുക്കും. നമ്മൾ കൊടുക്കുന്നൊരു വിലയാണ്. ഇത് വായിച്ചില്ല ഒരു പുസ്തകം, ഒരു പ്രസംഗം കേൾക്കാൻ പോകുമ്പോൾ, ഒരു പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു പുസ്തകം വേണം. നീ ദൈവത്തിന് വില കൊടുത്താൽ ദൈവം നിനക്കൊരു വില തരും. നീ ദൈവത്തെ മാനിച്ചാൽ നിന്നെയും നിന്റെ തലമുറകളെയും ദൈവം മാനിക്കും. നീ ദൈവത്തിന്റെ കാര്യത്തിൽ താല്പര്യപ്പെട്ടാൽ നിന്റെ കാര്യത്തിൽ ദൈവം താല്പര്യപ്പെടും. നമ്മൾ തോന്നിയ ദൈവം വീശി പുസ്തകത്തില്ല, മറ്റ് പ്രാർത്ഥിക്കില്ല, വഹിക്കില്ല. എങ്ങനെയാണ് നമ്മൾ സ്പിരിച്വലായി വളരുന്നത്? ആവർത്തന 4 വാക്യം എഴുതുന്ന 2 പറയും, ഞാൻ ഈ കൽപ്പിക്കുന്ന വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ നീ സംഗ്രഹിക്കണം. നമ്മൾ വായിക്കുന്നത് കുറച്ച് വായിച്ചാൽ മതി, പക്ഷെ ശ്രദ്ധിച്ച് വായിക്കണം. മനസ്സിലായിട്ടില്ല, ആവർത്തിച്ച് വായിക്കണം. അത് നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. 2, നീ വീട്ടിൽ പോയി നിന്റെ മക്കളോട് ഇത് പറയുന്നു. പറയും വീട്ടിൽ ചെന്നച്ച ഇന്നൊരു പാവപ്പെട്ട അച്ഛൻ വിളിച്ച് പറഞ്ഞു പറഞ്ഞു കൊടുക്കണം. വീട്ടിൽ പോയി പറയുമോ? എന്റെ കുറച്ച് നാളില് എന്റെ അപ്പച്ചനെ പേരിട്ടുണ്ടല്ലോ. ഈ ഭയങ്കര ഞായറാഴ്ച ഭയങ്കര പേടിയാണ്. കാരണം വഴിയിൽ പോയിട്ട് വന്ന ഓടാൻ അപ്പച്ചന് എന്നോട് ചോദിക്കുന്ന ജോലിയുണ്ട്. അച്ഛൻ എന്താ പ്രസംഗിച്ച് കളിച്ചിരിക്കുകയാണ്. അച്ഛൻ എന്താ പ്രസംഗിച്ച് എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? 2 പ്രാവശ്യം ശ്രദ്ധിക്കാൻ തുടങ്ങി. അച്ഛൻ എന്താ പ്രസംഗിച്ചത്? ഇന്നത്തെ ഭാഗത്ത് ഇന്ന് സമർപ്പിച്ച പഠിപ്പിച്ചതെന്താണ്? അങ്ങനെ ചോദിച്ച ഒരപ്പൻ എനിക്കുണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകം വലിയ മണ്ഡലമാണ്. പക്ഷെ വേറെ പുസ്തകം നന്നായിട്ട് അറിയാം. പല പ്രാവശ്യം ഈ പുസ്തകം വായിച്ചിട്ടുണ്ടെന്ന് അപ്പച്ചൻ. ഒരു തെറ്റ് വളരെ അപ്പം പറയും, തിരുത്തും. വേറെ പുസ്തകം സംശയത്തൊക്കെ പറഞ്ഞാൽ പറ്റില്ലായിരുന്നു. അങ്ങനെ ഈ ബൈബിൾ വായിക്കുന്ന ഒരപ്പനുണ്ടായതുകൊണ്ടാണ് ഇന്ന് ഈ ബൈബിൾ പിടിച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. വീട്ടിൽ പോയി നിന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കണം. നീ കിടക്കുമ്പോഴും നീ എഴുന്നേൽക്കുമ്പോഴും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും ഇതിനെക്കുറിച്ച് സംസാരിക്കണം. നീ കിടക്കുമ്പോൾ ഈ പുസ്തകം വായിച്ചു കഴിയണം. നീ എഴുതാവണം. മൊബൈലെടുത്ത് വാർത്താപൂർവ്വമല്ല, ആരൊക്കെ സ്റ്റാറ്റസൊന്നുമല്ല. നീ നിന്റെ പുസ്തകം എടുക്കണം. നീ കിടക്കുമ്പോഴും ഇതൊക്കെ ആശയമാണെന്ന് വിചാരിക്കുന്നത്. നീ കിടക്കുമ്പോഴും നീ എണീക്കുമ്പോഴും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും നീ ആവശ്യ കാര്യങ്ങൾ ഉരുവിടണം. നീ പറയണം. ഒരു മനുഷ്യനെ കണ്ടാൽ ദൈവം പറയണം. ഒരു രോഗിയെ കണ്ടാൽ ഒരു ആശ്വാസം പറയണം. ഒരു പ്രയാസമുള്ള മനുഷ്യനെ കണ്ടാൽ ഒരു വാക്യം പറഞ്ഞു കൊടുക്കണം. ഇത്രയും കാലത്തെ ക്രിസ്തീയ ജീവിതത്തിനാണെങ്കിൽ നമുക്ക് പറ്റണ്ടേ? ഇത്രയും കാലം അതിനെ നമ്മൾ പറയണ്ടേ? ഒരു മനുഷ്യനെ കണ്ടാൽ ഒന്ന് പ്രാർത്ഥിക്കാൻ, അവർക്ക് ആശ്വാസം പറഞ്ഞു കൊടുക്കാൻ, അവരെ വിശ്വാസത്തിൽ ബലപ്പെടുത്താൻ, അവരൊരു വചനം പറഞ്ഞു കൊടുക്കാൻ നമുക്ക് എത്ര പേർക്ക് അറിയാം? എത്ര വാക്യങ്ങൾ നമുക്ക് കാണാൻ അറിയാം? ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയില്ലേ? ന്യൂട്ടൻസ് അറിയില്ലേ? ഐൻസ്റ്റീന്റെ കാര്യങ്ങൾ അറിയില്ലേ? പെന്തക്കോസ്തുകാർ അറിയില്ലേ? ഇതിലെ എത്ര വാക്യങ്ങൾ നിങ്ങൾക്ക് അറിയാം? ബുദ്ധിമാനാണോ? ഓർമ്മയിലാണോ? ഇതിനെയൊക്കെ കഠിനമായ എസ്സേകൾ കാണാൻ പഠിക്കുന്നില്ലേ? കവിതകൾ പഠിക്കുന്നില്ലേ? എന്തുകൊണ്ടാണ് ഈ പുസ്തകം പഠിക്കാൻ പറ്റാത്തത്? ഒരു സങ്കീർത്തനം കാണാതെ പഠിക്കാൻ പറ്റാത്തത്? താല്പര്യമില്ല, ആവശ്യമാണെന്ന് തോന്നുന്നില്ല. ദൈവം നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾ ദൈവത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്താൽ ദൈവം നിങ്ങളെയും ഗൗരവമായി എടുക്കും. നീ പഠിക്കുന്നതിന് മുമ്പ് ഈ പുസ്തകം വായിക്കണം. നീ നിങ്ങളുടെ കാലത്ത് കടന്നതിന് മുമ്പ് ഈ പുസ്തകം വായിക്കണം. എപ്പോഴും പ്രാർത്ഥിക്കണം. നമ്മുടെ ഡോക്ടർമാർ പറയില്ലേ, എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന്. എപ്പോഴും പ്രാർത്ഥിക്കണം. ഓരോ പറയുന്നുണ്ട് വിരുദ്ധരായിരുന്നത് ഒന്നിനെ കുറിച്ചും ധ്യാനപ്പെടരുത്. എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. Don't worry about anything. Pray about everything. Don't worry about anything. Pray about everything. എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഈ മാമാട്ട് നമസ്കാരം എടുക്കുന്നത് മാമാട്ട് നമസ്കാരം കണ്ടിരുന്നു. ഒരു പച്ച കവറുള്ള നമസ്കാരം. അത് പ്രിന്റ് ചെയ്തുകൊണ്ട് ഇന്നുവഴി പച്ച കവറാണ്. അങ്ങനെ ഒരു പുസ്തകം നിങ്ങൾ കരുതലെ പോകുമ്പോൾ മാമാട്ട് നമസ്കാരം കഴിയണം. വേണ്ട മാമാപ്പുറം 3 പേരുള്ളൂ. മാമാപ്പുറം നമസ്കാരം. നമ്മുടെ നിത്യ പ്രാർത്ഥനകളുണ്ട്, രഹസ്യ പ്രാർത്ഥന അതിനകത്തുണ്ട്, ദിവസം ചൊല്ലാനുള്ള പ്രാർത്ഥനയുണ്ട്. ആ പുസ്തകം മറിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം കാണാം. അതിൽ എല്ലാത്തിനും പ്രാർത്ഥനയുണ്ട്. രാവിലെ എണീക്കുമ്പോൾ ചെല്ലാൻ പ്രാർത്ഥനയുണ്ട്, മുഖം കഴുകാൻ പ്രാർത്ഥനയുണ്ട്, തലയിൽ എണ്ണ വെട്ടാൻ പ്രാർത്ഥനയുണ്ട്, കുളിക്കാൻ പ്രാർത്ഥനയുണ്ട്, കഴിക്കാൻ പ്രാർത്ഥനയുണ്ട്, കഴിച്ചിട്ട് പ്രാർത്ഥനയുണ്ട്, ഒരു ജോലി തുടങ്ങുമ്പോൾ പ്രാർത്ഥനയുണ്ട്, ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ പ്രാർത്ഥനയുണ്ട്. എല്ലാത്തിനും പ്രാർത്ഥനയുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? പ്രാർത്ഥിക്കാതെ
ഒരു കാര്യവും ചെയ്യരുത് എന്ന് പറഞ്ഞേ, പ്രാർത്ഥിക്കാതെ ഒരു കാര്യവും ചെയ്യരുത്. നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കാതെ ഒരു കാര്യവും ചെയ്യരുത്. Do nothing unless you begin with a prayer. Do nothing unless you begin with a prayer. പ്രാർത്ഥിക്കാതെ എഴുന്നേക്കരുത്, പ്രാർത്ഥിക്കാതെ വീട്ടിൽ നടക്കരുത്, പ്രാർത്ഥിക്കാതെ വണ്ടിയിൽ കയറരുത്, പ്രാർത്ഥിക്കാതെ സ്റ്റാർട്ട് ചെയ്യരുത്, പ്രാർത്ഥിക്കാതെ ഓഫീസിൽ ഇരിക്കരുത്, പ്രാർത്ഥിക്കാതെ കമ്പ്യൂട്ടർ ഓൺ ചെയ്യരുത്, പ്രാർത്ഥിക്കാതെ പുസ്തകം തുറക്കരുത്, പ്രാർത്ഥിക്കാതെ പരീക്ഷ തുടങ്ങരുത്, പ്രാർത്ഥിക്കാതെ അപേക്ഷ അയക്കരുത്, പ്രാർത്ഥിക്കാതെ ഒരു കാര്യം ചെയ്യരുത്. നീ ദൈവത്തെ മുൻനിർത്തി ഒരു കാര്യം ചെയ്യാം, ആ കാര്യത്തിന്റെ പൂർത്തീകരണത്തിന് ദൈവം നിങ്ങളുടെ കൂടെ നിൽക്കും. ഇടയ്ക്കുള്ള വഴി തെറ്റായാലും ആ തെറ്റായ വഴി ശരിയാക്കാൻ ദൈവം നിന്നെ സഹായിക്കും. അതുകൊണ്ടാണ് ഈ വചനത്തിൽ പറയുന്നത്, യഹോവയുടെ പ്രമാണം രാവിലെ ധ്യാനിക്കുന്ന മനുഷ്യൻ ഈ വായിക്കുന്നതിന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് സമയം കിട്ടുമ്പോഴൊക്കെ ആവർത്തിക്കണം. പിതാക്കന്മാർ പറയും ആവർത്തിച്ച് ഇടപെടാതെ പ്രാർത്ഥിക്കണം. എന്ത് പ്രാർത്ഥിക്കും? ഇടപെടാതെ എന്താ പ്രാർത്ഥിക്കുന്നത്? എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കാൻ പറ്റും. പറ്റാത്തൊരു കാര്യം ഈ പുസ്തകത്തിൽ എഴുതത്തില്ല. പറ്റാത്തൊരു കാര്യം ഈ പുസ്തകത്തിൽ എഴുതത്തില്ല. ഞാൻ നിങ്ങൾക്ക് വഴിയാ പറഞ്ഞുതരാം. ഇടപെടാതെ പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന പറഞ്ഞുതരാം. പിതാക്കന്മാർ പഠിപ്പിച്ചൊരു പ്രാർത്ഥന. യേശുവേ, കർത്താവായ യേശുവേ എന്നോട് കരുണ. കർത്താവായ യേശുവേ എന്നോട്. നിങ്ങളുടെ പ്രയാസത്തിൽ കുറിക്കാൻ, ഒരു രോഗം നിങ്ങളെ അറിയിക്കാൻ, ഒരു വിഷയം നിങ്ങളെ ബുദ്ധിമുട്ടിച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോഴും രാവുമ്പോഴും കിടക്കുമ്പോഴും കുളിക്കുമ്പോഴും കഴിക്കുമ്പോഴും മണങ്ങുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും ഇത് നൽകിക്കോളൂ. കർത്താവായ യേശുവേ എന്നോട്. നിത്യമായ ദൈവസ്മരണയാണ് രക്ഷപ്പെടാൻ ദൈവസ്മരണ. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ പറയുന്നത്, രക്ഷിക്കപ്പെടാൻ വേറൊരു നാമമില്ല. രക്ഷിക്കപ്പെടാൻ വേറൊരു നാമമില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം, ആ നാമമാണ് രക്ഷിക്കപ്പെടാൻ ഈ ഭൂമിയിലെ മനുഷ്യർക്ക് നൽകപ്പെട്ട വേറൊരു നാമമില്ല. ഈ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും. ഈ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും, നീ ആരാകട്ടെ, പണക്കാരനോ പാവത്തുന്നാകട്ടെ, പഠിച്ചവരോ പഠിക്കാത്തനാകട്ടെ, നിന്റെ സാഹചര്യം എന്തുമാകട്ടെ, ഈ നാമം ദൈവത്തിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. 4-ാം സങ്കീർത്തനം 12-ാം വാക്യം, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേൽ, അവരുടെ ചെവി അവരുടെ നിലവിളിക്കുന്നത് വാവട്ട് കരയണം. കുർബാനയിട്ട് എടുക്കുമ്പോൾ വാവട്ട് കരയണം. ആരംഭിക്കും ആരും നോക്കുന്നത് നിങ്ങളുടെ വിഷയമല്ല. കണ്ണുനീരൊഴുക്കണം. നിലവിളിക്കുന്നുണ്ട്. മനസ്സലിയുണ്ട്. ഹൃദയം തുടങ്ങിയൊക്കെ സമീപസ്ഥൻ മനസ്സ് തകർന്നവരവൻ പിടിയിരിക്കും. തകർന്ന ഹൃദയവുമായി നിങ്ങളുടെ മനസ്സുമായി ഇവിടെ വന്ന് വാവട്ട് കരയാൻ നിങ്ങളുടെ കണ്ണുനീർ മേലോട്ട് പോകും. മേലോട്ട് പോകുന്ന ഒറ്റ വെള്ളവും എന്താണ്? കണ്ണുനീർ. മേലോട്ട് ഒഴുകുന്ന ഒറ്റ വെള്ളവും. ബാക്കി എല്ലാവരും താഴോട്ടാണ് ഒഴുകുക. ഒറ്റ വെള്ളം മേലോട്ട് ഒഴുകുന്നത് കണ്ണുനീരാണ്. കണ്ണുനീർ പോകുമ്പോൾ മനസ്സിൽ അഹോവാനായ പ്രമാണം രാവും ധ്യാനിക്കുന്ന മനുഷ്യൻ താഴോട്ട് പറയുന്നു. അവൻ ചെയ്യുന്നതെല്ലാം സാധിക്കും. നീ ചെയ്യുന്നതൊക്കെ സാധിക്കും. നീ പഠിക്കുന്നതിന്റെ ഹൃദയത്തിൽ പതിയും. നീ ഒരു മനുഷ്യനെ ജയിക്കും. നീ അപേക്ഷയിക്കാൻ കിട്ടും. നീ പോയാൽ നീ പാസ്സാവും. നീ കച്ചവടം തുടങ്ങിയാൽ അഭിവൃദ്ധിപ്പെടും. നീ ഒരു ചെടി നട്ടാലും മോശം. നീ ചെയ്യുന്നതൊക്കെ സാധിക്കും. ദൈവം നിന്നെ കൂടെ നിൽക്കും. നീ നിത്യം ദൈവത്തെ ഓർത്താൽ നീ ഒരിക്കലും ഒരു അളവാണെന്നാലും ദൈവം നിന്നെ മറക്കില്ല. നീ എപ്പോഴും ദൈവത്തെ പാലിച്ചാൽ ഈ ദൈവം നിന്നെ ഓർത്തു വയ്ക്കും. അവൻ നമ്മുടെ ആളാണ്. കർത്താവിന്റെ മനസ്സിൽ നീ ഉണ്ടാകും. അതിലൂടെ കണ്ടതല്ലേ? അതിന് നീ എപ്പോഴും കർത്താവിനെ ഓർക്കണം, കർത്താവിനെ വീഴണം, അവന്റെ വചനം വായിക്കണം, അത് ധ്യാനിക്കണം. അവസരം കിട്ടുമ്പോഴെല്ലാ കർത്താവിനെ വിളിച്ചപേക്ഷിക്കണം. അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും വാക്കുകൾ നിർത്തട്ടെ. ഞങ്ങളുടെ പോലെ ആകാശത്തിന് കീഴിലാണ് മനുഷ്യരെയും ഇത് നീ മറക്കരുത്. അമ്മാവിയൊക്കെ ജനസ്വഭാവത്തെ റെപ്രസെന്റ് ചെയ്യും. ഈ ജനസ്വഭാവത്തെ പ്രവർത്തിക്കാൻ രണ്ട് വഴിയാണ്. ഒന്ന് ഉപവാസം. ഉപവാസം വഴി ശരീരത്തെയും പിന്നീട് ദൈവവചനത്തിൽ ആത്മാവിനെ നവീകരിച്ചാൽ അടുത്ത പടിയിലെത്തും. അടുത്ത പടി എന്താണ്? ശരീരം, മനസ്സ്, ആത്മാവ്. ദൈവം ആരാണ്? ആത്മാവാണ്. ദൈവത്തെ ആരാധിക്കുന്നവർ
ആത്മാവിനും സത്യത്തിലും ആരാധന. ആത്മാവും ദൈവത്തെ ആരാധനമെങ്കിൽ ഈ ശരീരവും ഈ മനസ്സും നമ്മളെ വരച്ചീരാണം ഒരാരാധന അനുഭവമാകണമെങ്കിൽ, ദൈവവുമായി സംസാരിക്കണമെങ്കിൽ, ദൈവം പറയുന്നത് മനസ്സിലാക്കണമെങ്കിൽ, ഈ ആരാധന അനുഭവമാകണമെങ്കിൽ ഈ ശരീരവും ഈ മനസ്സും നിയന്ത്രണത്തിൽ വരണം. നമ്മൾ വാടി വലിച്ചിരുന്ന് രാവിലെ ദിവസം വായിക്കാതെ പ്രാർത്ഥിക്കാതെ ഒരുങ്ങാതെ ഈ പള്ളിയിൽ വന്ന് കുർബാനയ്ക്ക് കണ്ണു പിടിച്ചിരുന്നാൽ ഒന്നും മനസ്സിലാവില്ല, ഒരു സമാധാനം കിട്ടാൻ പോകുന്നില്ല. നമ്മൾ നല്ലതിന് അതിനു വേണ്ടി ഒരുങ്ങി ബൈബിളൊക്കെ വായിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വിശുദ്ധിയോട് വന്നാൽ സ്വതന്ത്രം ഈ ദൈവത്തിന്റെ അടുക്കലേക്ക് ദൈവാത്മാവാണ് അവൻ ആരാധിക്കുന്നത്. ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ആത്മാവിലെത്താനുള്ള വഴി ഈ ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിക്കണം. ഉപവാസവും നോമ്പും വഴി, പ്രാർത്ഥന വഴി, ദൈവവചനം വഴി നമ്മെ തന്നെ നിയന്ത്രിച്ചാൽ ആത്മാവായ ദൈവവുമായി സംസർഗം ചെയ്യാൻ പറ്റും. ഞമാലിക്കുന്ന അവനെ ആകാശത്തിൽ നിന്ന് ഇറങ്ങി നടക്കരുത്. കണ്ണാൽ വയ്ക്കണം. പ്രാർത്ഥിക്കാം. ഗണത്തിന്റെ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു. ഗണത്തെ തോൽപ്പിക്കണം. ഗണത്തെ നമ്മൾ തോൽപ്പിച്ചിരിക്കും. ഗണം നമ്മളെ തോൽപ്പിക്കും. ഗണത്തെ നമ്മുടെ വഴിയിലാക്കണം. ഞങ്ങളുടെ വഴി നോമ്പും ഉപവാസവും പ്രാർത്ഥനയുമാണ്. നോമ്പും ഉപവാസവും ഗണത്തെ നവീകരിച്ച് ദൈവവചനം കൊണ്ട് ആത്മാവിനെ ശുദ്ധീകരിച്ച് ആത്മാവിൽ കർത്താവിനെ ആരാധിക്കുവാൻ നിങ്ങളെ സഹായിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. വലിയ ഗണത്തെ തോൽപ്പിച്ച മനുഷ്യനാണ്. ഗണത്തിന്റെ ഇച്ഛകൾക്ക് വിരുദ്ധമായി ജീവിച്ച് ആത്മാവിനെ പോഷിപ്പിച്ചവരാണ്. ആ മാർഗത്തിൽ ഈ ശരീരത്തെ വരുതിയിലാക്കാനുള്ള കൃപ തരണമേ. ഗണസ്വഭാവത്തെ തോൽപ്പിച്ച് ആത്മസ്വഭാവത്തെ പോഷിപ്പിക്കുവാൻ നിങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന്റെ എല്ലാ മക്കൾക്കായി സ്തോത്രം. നിങ്ങളുടെ ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വിഷമങ്ങളുടെ പ്രയാസങ്ങളിൽ നിങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മക്കളോടൊക്കെ കണ്ടില്ല. ഇവിടെ പോയിരിക്കുന്നത് നിങ്ങളെ കാത്തുകൊള്ളുന്നു. നമ്മുടെ വ്യവഹാരങ്ങളും കടവും ബാധ്യതകളും പ്രാർത്ഥിക്കുന്നു. വളരെ നിങ്ങളുടെ ഭാവിയെ ഓർത്ത് ഭാഗപ്പെടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ വഴിവായി തുറക്കണം. വാർദ്ധക്യത്തിലും ക്ഷീണത്തിലും വ്യവസായികളുമായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഞാൻ ഗ്രഹിക്കണം. അച്ഛനെ എല്ലാവർക്കും കൂടുതലായി മാറ്റം. ദർശത്തോടെ തന്നെ എല്ലാ മനുഷ്യരും തന്നെ സൂക്ഷിക്കണം. ദോഷത്തെ പെരുന്നാളും നാസയും എല്ലാ ശുശ്രൂഷകൾ അനുഗ്രഹമാണ്. ദോഷത്തിന് വിളക്കാണ് അനുഗ്രഹമാണ്. മധ്യസ്ഥമാണ് കാവലാണെന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ക്ഷമിക്കണേ. ഗ്രഹികളെ കൊടുക്കണമേ. നിങ്ങളുടെ നാളും നിനക്കും നിങ്ങളെല്ലാവരും സ്തോത്രവും